ദീനി ഇൽമിൻ്റെ പ്രചരണത്തിലെ കേരളീയ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒത്തുചേരലാണ് ഒരു റേഞ്ച് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ദീനി സ്ഥാപനങ്ങൾ നമുക്ക് പല രീതിയിൽ കാണാം. റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടായും ഡേ സ്കോളേഴ്സായിട്ടും ഒക്കെ ദിനേന വന്നു പോകുന്നതും താമസിച്ചു പഠിക്കുന്നതുമായ സ്ഥാപന സംവിധാനങ്ങൾ പലതും കാണാം. ഇതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് മദ്രസ. മറ്റേതൊരു സ്ഥാപനത്തെക്കാളും നമ്മുടെ അധ്യാപനം വളരെ പെട്ടെന്ന് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരാൻ കാരണമാകുന്ന, അധ്വാനിക്കുന്ന അധ്വാനം വളരെ പെട്ടെന്ന് തന്നെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഉപകരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് ശരിക്കും മദ്രസ സംവിധാനം. ഈ മദ്രസ സംവിധാനം എന്ന് പറയുന്നത് അതിൻ്റെ ഹഖീഖത്തൻ നഫ്സുൽ അംർ, അതിൻ്റെ യഥാർത്ഥ രൂപം, അത് ഏറ്റവും വലിയ പ്രൊഫഷണൽ അപ്രോച്ച് അഥവാ അതിൻ്റെ നിലവാരമുള്ള ഘടനാ രൂപം അത് ഉൾക്കൊള്ളുന്നതാണ് സത്യം പറയുകയാണെങ്കിൽ മദ്രസ. ആ നിലവാരം ഉയർത്തിക്കാണിക്കാൻ ഉത്തരവാദപ്പെട്ടവരും അതിന് കഴിയുന്നവരും നമ്മൾ തന്നെയാണ്. അതിനുവേണ്ടി ആലോചനകളും പഠനങ്ങളും ഉപപഠനങ്ങളുമായി ധാരാളം പ്രക്രിയകൾ നടക്കേണ്ട ഒരു മേഖലയാണിത്. ഞാൻ ചെറിയൊരു ആമുഖം പറയാണ്. ഇതിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, എൻ്റെ സംസാരം ഏകപക്ഷീയമായി ഇത്വാഴത്തൻ കേൾക്കുന്നതിന് പകരം ഈ സദസ്സിലെ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രതികരിക്കാം, ഇടപെടാം, സജീവമായി ഇതിൽ പങ്കാളികളാകാം. ഇതൊരു പ്രഭാഷണമായി കേൾക്കുന്നതിന് പകരം നമ്മുടെ ഒരു ഇടപെട്ട് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നൊരു സംസാരമായി കേൾക്കാൻ കഴിയണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ അപേക്ഷ. മദ്രസ സംവിധാനം ഇപ്പോഴുള്ള സമയം ഇനിയും വെട്ടിച്ചുരുക്കപ്പെട്ടാൽ പോലും നമുക്ക് ഈ മദ്രസ സംവിധാനത്തിലൂടെ നമ്മുടെ മദ്രസയിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഭൗതിക പഠനം അഥവാ സ്കൂൾ പഠനം ഉൾപ്പെടെ, അതുപോലെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റ്, മറ്റു കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ, അതോടൊപ്പം അവരുടെ ആത്മീയമായ പുരോഗതി, മദ്രസയിൽ ഒരു പരീക്ഷാ ലെവലിലുള്ള പഠനം, ഇതെല്ലാം സജീവമാക്കാൻ നമുക്ക് നിലവിലുള്ള ഇതേ മദ്രസ സംവിധാനം ഉപയോഗിച്ച് കഴിയും. ഇന്നത്തെ സാഹചര്യം അതിന് അനുകൂലമാണ്. പുതിയ സാഹചര്യം അതിന് അനുകൂലമാണ്. ഇത് ഉപയോഗപ്പെടുത്താനും അതിന് ഒരു മനസ്സുകൊണ്ട് ഡെഡിക്കേറ്റഡായി പ്രതിജ്ഞാബദ്ധമായി അതിലിറങ്ങാനും നമ്മൾ സന്നദ്ധമാണെങ്കിൽ നമുക്കതിന് സാധിക്കും എന്നതാണ് വലിയ ഒരു പരമസത്യം. ഇത് എൻ്റെ കുറേ കാലത്തെ അന്വേഷണവും ചില വേദനകളുടെയും ഒരു സമീകരണമാണ്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എൻ്റെ ഒരു ബോധ്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ഒരു റേഞ്ച് പ്രോഗ്രാമിൽ സംസാരിച്ച ഒരു സംസാരം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് കീഴിൽ ഒരുപാട് വലിയ പ്രഗത്ഭരായ, നല്ല കഴിവുറ്റ, നിറഞ്ഞ പാണ്ഡിത്യമുള്ള, ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള വലിയ മഹാന്മാർ, വലിയ പണ്ഡിതന്മാർ, വലിയ 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 സ്ഥാപനങ്ങളിലൊക്കെ ദർസ് നടത്തുന്ന അത്തരം പണ്ഡിതന്മാർ അതിന് പിന്തുണക്കുകയും വളരെ സന്തോഷത്തോടെ അത് കേൾക്കുകയും അതിന് പിന്തുണ നൽകുകയും അതിന് ശരിവെക്കുകയും അതിൽ വലിയൊരു സ്ഥാപനത്തിൽ അത് കേട്ടതിൻ്റെ പേരിൽ മാത്രം എന്നെ വിളിച്ച് അവിടുത്തെ PG വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ എന്നെ കൂടെ ഇരുത്തി അദ്ദേഹവും അവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരാൾ അതിൻ്റെ ഇടയിൽ കമന്റ് ഇട്ടു, ഇയാളെ കൊണ്ടുവന്നിട്ട് താഴെ ക്ലാസ്സുകളിൽ ക്ലാസ് എടുപ്പിക്കണം. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പറയുമ്പോൾ ഇതൊരു അതിശയോക്തിയായി ചിലർക്കെങ്കിലും തോന്നുന്നു. അതിശയോക്തി തോന്നുന്നവർക്ക് ഈ വലിയ സത്യം പറയുമ്പോൾ അതിനോട് പ്രയാസം തോന്നുന്നു. ഇതൊരു വലിയ വിഷയമല്ല, പക്ഷെ അതും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് ഞാനത് പറയാണ്. ഞാൻ ചെറിയ 1ാം ക്ലാസ് മുതൽ 30 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അൽഹംദുലില്ലാ ഉസ്താദുമാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു
വിഷയം പരിശീലിച്ചതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 12 വർഷത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇടപെടുന്ന ഒരു മേഖല സംസാരിക്കുന്നത്. നേരത്തെ എൻ്റെ സംസാരം അങ്ങനെയല്ല. നേരത്തെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയാ ഇന്ന് സാഹചര്യം പ്രതികൂലാണെന്നാണ് ഒന്ന് പറയാ. നമ്മളെ ടോക്കിംഗ് സ്റ്റൈലാണത്. ഇന്ന് സാഹചര്യം മൊത്തത്തിൽ പ്രതികൂലമാണ്. നഈബ് സമാനന, സത്യം പറയുകയാണെങ്കിൽ ലൈബ് ഫീന. രണ്ടാമത് നമ്മൾ പറയാ ഇന്ന് തീരെ സമയമില്ല എന്നാണ്. മൂന്നാമത് പറയാ കുട്ടികളൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ തീർത്തു ഹറാമും ശുബഹത്തും ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് പഠിപ്പിച്ച ഫലം ചെയ്യൂല എന്നാണ്. നാലാമത് പറയാ ഇന്നത്തെ സാഹചര്യങ്ങൾ വളരെ ദുഷിച്ചതാണ്, അതുകൊണ്ട് നന്നാകാൻ സാധ്യത കുറവാണെന്ന് പറയും. എല്ലാം കൂടി ആയപ്പോ തൃപ്തിയായി. ഇനി കാര്യമായിട്ട് പഠിപ്പിക്കൊന്നും വേണ്ട, മദ്രസയിൽ പോയി പോന്നാ മതി. പഠിപ്പിച്ചിട്ട് ഫലം കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തീരെ ആലോചിക്കേണ്ട, അന്നേരം ഉറങ്ങിയാൽ മതി എന്ന് തോന്നും. സത്യം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കപ്പെട്ടതൊന്നും. പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശവും ഇസ്ലാമിന്റെ സന്ദേശവും സത്യവും അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ദാഇയെ രൂപപ്പെടുത്താൻ വേണ്ടി ഖുർആൻ പരാമർശിച്ച പരാമർശങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തു ശറഹ്. അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് ഫറഫഅന ലക ദിക്റക്. ഇവിടെ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതായത് ആമുഖങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ഒരു ബിഗസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഊന്നിപ്പറയുന്ന അടിവരയിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അല്ലാത്തൊരു പറച്ചിലാണല്ലത്. വളരെ ചുരുക്കിയ ആയത്തില് ഈ ഒരു സാധനം ട്രിപ്പിളായി അല്ലെങ്കിൽ ഡബിളായി പ്രയോഗിക്കണമെങ്കിൽ അത്രമാത്രം ഇഹ്തിമാമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീർ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്ലാദത്തോടെ സ്വഹാബത്തിനോട് വന്ന് പറഞ്ഞു, ഈ ഉമ്മത്തിന് 2 യൂസർ ഉണ്ട്, ഒരു ഉസ്റേ ഉള്ളൂ, ഒരു ഡിഫിക്കൽട്ടേ ഉള്ളൂ, 2 ഈസിയാണ്, 2 സിമ്പിളാണ്. ലൈഫ് അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തെ കുറിച്ച് മാത്രം പറഞ്ഞു. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു സുമ്മ സബീല യസ്റഹു. മനുഷ്യൻ നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ലൈഫ് മോഡാണ്. മനുഷ്യന്റെ ഹ്യൂമൻ ലൈഫ് മോഡ്, ഹ്യൂമൻ ബീയിങ്, അതിന്റെ ഏറ്റവും ഒരു ഇൻസാനിയത്തിന്റെ ഏറ്റവും നല്ല ടൈപ്പ് എന്താണ്? അത് ഗ്രാറ്റിറ്റ്യൂഡ്ഫുൾ, ശുക്ർ നിറഞ്ഞതാണ്. ഇത് പറഞ്ഞിട്ട് അതിന്റെ സബബ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ്? മിന്നുത്തുഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു, ഒന്ന് മനുഷ്യന്റെ ഘടന, പിന്നെ അവന്റെ ലൈഫ്, സുമ്മ സബീല യസ്സറഹു, നമ്മൾ മേക്ക് ഈസിയസ്റ്റ്, അതിനെന്താക്കി മാറ്റി? യുസ്റാക്കി മാറ്റി, സിമ്പിളാക്കി മാറ്റി, എളുപ്പമുള്ളതാക്കി മനുഷ്യന്റെ ലൈഫ്. മലയാളം അറിയുന്ന മനുഷ്യൻ തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ അവിടെയുണ്ടാവും മലയാളി. ഇനി ചൊവ്വേ പോയാൽ അവിടെയുണ്ടാവും മലയാളി. നിങ്ങൾ കാനഡയിൽ പോയാൽ അവിടെയുണ്ടാവും മലയാളി. ന്യൂയോർക്ക് പോയാൽ അവിടെയുണ്ടാവും മലയാളി. ഏത് ദുനിയാവിൽ പോയാൽ ഈ ഭാഷ ഒരു പ്രയാസമാണോ? അല്ല. മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന്റെ ലൈഫ്. സുമസബീല യസ്റഹു. ഈ ലൈഫിലെ അഹമ്മായ മുഹിമ്മായ പ്രധാനപ്പെട്ട ഒന്നാണ് ടീച്ചിങ്, എഡ്യൂക്കേഷൻ, താലീം. ഈ താലീമും സത്യം പറയുകയാണെങ്കിൽ യുസ്റായിരിക്കണം. ഇനി ഇത് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ബുഖാരി ദേവാ കോളേജിലെ ഒരു സെഷനിൽ വെച്ചൊരു വിദ്യാർത്ഥി ചോദിച്ചു, നമ്മൾ സാധാരണ തഅല്ലുമ് എന്ന് പറയുമ്പോൾ മശക്കത്ത് ഉണ്ട്, ഇൽമ് അതിന്റെ മുജറദിൽ നിന്ന് മസീദ് ഫീയിലേക്ക് മാറുമ്പോൾ മശക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കാര്യമായി പഠിപ്പിക്കാറുള്ളത്. അവിടെ സത്യം പറയുകയാണെങ്കിൽ മശക്കത്തുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുറെ ഭാഗം ചർച്ച ചെയ്യണം, ഞാൻ അത് നീട്ടി പറയുന്നില്ല. മശക്കത്തുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ അവിടെ ഒരു ഹമ്പ് ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചാടണം എന്നല്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് പോയാൽ സിമ്പിൾ ആയിട്ട് പോകാന്ന്. ഒന്ന് സോഫ്റ്റ് ആക്കിയാൽ മതി, എന്നാൽ എളുപ്പം പോകാന്ന്. ചാടിയാലേ ബുദ്ധിമുട്ടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതായത്
ഇവിടെ നമ്മൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുകയാണോ? അത് ഭയങ്കര ഹാപ്പിയാണ്. കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഒന്നിച്ചിരുന്ന്, അപ്പൊ അത് സന്തോഷമാണ്. അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അധ്വാനം സന്തോഷമാണ്. അതേസമയം അത് മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അത് പ്രയാസമാണ്. മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അത് പ്രയാസമാണ്. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഒരുപക്ഷെ ഈ നാട്ടിലെ ഏതൊരു പ്രൊഫഷൻ എടുത്താൽ, വക്കീല്, ഡോക്ടർ, എഞ്ചിനീയർ, ആരെടുത്താലും അവരെല്ലാം ഒരു പ്രൊഫഷന് വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ സമയം ചെലവഴിച്ചിട്ടാണ് ഇത് പഠിച്ചെടുത്തത്, അല്ലേ? ഭൂരിഭാഗം ഉസ്താദുമാരും അങ്ങനെയാണ്. 8ഉം 10ഉം അതിന്റെ മേലെയൊക്കെ വർഷം പഠിച്ചിട്ടാണ് ഈ പ്രൊഫഷൻ അച്ചീവ് ചെയ്യുന്നത്, ഈ പ്രൊഫഷൻ നേടുന്നത്. എന്തേലും വിഷമമുണ്ടോ? ആസ്വദിച്ചും അംഗീകരിച്ചും അതിനോടുള്ള ഇഷ്ടത്തോടെയാണ്. മറ്റേതൊരു പ്രൊഫഷൻ ഒരാൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടും ആദരിച്ചും അതിന്റെ ആഹ്റത്തിലും കൂടി ഉപകരിക്കും എന്നുള്ള പ്രതീക്ഷയിലുമാണ് ഈ ദായിയാകുന്നത്. എന്തൊക്കെ ജോലി അറിയാം ഇരിക്കുന്നവർക്ക്? ഇതിനേക്കാൾ ശമ്പളം കിട്ടുന്ന എത്ര ജോലി ചെയ്യാൻ പറ്റും? പക്ഷെ അത് സെലക്ട് ചെയ്യാതെ സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് യുസ്ർ. ഈ യുസ്ർ തഅല്ലുമിലും എല്ലാറ്റിലും ബാധകമാണ്, പഠനത്തിലും ഇൽമിലുമെല്ലാം ബാധകമാണ്. ഇനി ഞാൻ പറയുന്നത്, അധ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ അതൊരു പ്രൊഫഷനായി, ഏറ്റവും വലിയ പ്രൊഫഷനായി അംഗീകരിക്കണം. അധ്യാപനം തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ മോറൽ എഡ്യൂക്കേഷനും ഉണ്ട്, അക്കാദമിക്കൽ എഡ്യൂക്കേഷനും ഉണ്ട്. അക്കാദമിക്കൽ എഡ്യൂക്കേഷനേക്കാൾ ഫഅാലിയത്തുള്ള ആക്റ്റീവ് മോഡുള്ളത് സത്യം പറയുകയാണെങ്കിൽ മോറൽ എഡ്യൂക്കേഷനിലാണ്. മോറൽ എഡ്യൂക്കേഷനിലാണ് ശരിക്കും ആക്റ്റീവ് മോഡുള്ളത്. ഏറ്റവും ചെറിയ സമയം കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കുക, ഏറ്റവും ചെറിയ സമയം കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കുക. ഒരു അക്കാദമിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ട്രെയിനിങ്ങിനേക്കാൾ ചെറിയ ട്രെയിനിങ്ങുകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സ്വഭാവമുള്ളത്. ഇനി പഠനം നോക്കിയാലും ഇപ്പോ നമ്മൾ ഒരു ഫിഖ്ഹ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ തസവ്വുഫ് പഠിക്കുകയാണ്, അതല്ലെങ്കിൽ നഹ്വ് പഠിക്കുകയാണ്. ഈ നഹ്വ് പഠിക്കുന്ന ഒരു കിതാബ്, അതിനുവേണ്ടി നാം എഴുത്തിമാദ് ചെയ്യുന്ന, നാം അത് അവലംബിക്കുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ നമുക്ക് കബൂലായിരിക്കും. നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവ് പോലും നമുക്ക് കബൂലായിരിക്കും. അതേസമയം ഒരു കെമിസ്ട്രിയോ ബയോളജിയോ ഫിസിക്സോ മാത്സോ അത് പഠിപ്പിക്കുന്ന പലപ്പോഴും അതിന്റെ ഒരു രചയിതാവിനെ പഠിച്ചു നോക്കുങ്ങൾ. എബോ 90% പലപ്പോഴും എന്തല്ല, അവർ ഇത്തിമാദ് ചെയ്യാൻ പറ്റുന്നവരല്ല ലൈഫിൽ. ഇനി നമ്മൾ ഫിഖ്ഹ് പഠിക്കുമ്പോൾ ഉസൂലുൽ ഫിഖ്ഹ് പഠിക്കും. എങ്ങനെയാണ് അതിന്റെ ഉസൂൽ ഖവായിദ്, ഫണ്ടമെന്റൽ റൂൾ എന്താണ്, അതിന്റെ നിദാന ശാസ്ത്രം എന്താണ്, അതുകൂടി പഠിച്ചിട്ടാണ് നമ്മൾ കർമ്മശാസ്ത്രം പഠിക്കുന്നത്. നമ്മളൊരു ഹദീസ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഹദീസ് 14 നൂറ്റാണ്ടിന് മുമ്പ് ആരൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെ കേട്ടു, അത് കേട്ട ഓരോ ആളും എവിടെ ജനിച്ചു, എവിടെ മരിച്ചു, അയാളുടെ ജീവിത വിശുദ്ധി എന്ത് എന്നടക്കം പടക്കുന്ന ജുർഹ് തഅദീൽ പഠിച്ചിട്ടാണ് നമ്മളെ ഹദീസ് കബൂൽ ചെയ്യുന്നത്. ഇതിനടക്കം ഇത്രമാത്രം തസറുഫുള്ള, ഇത്രമാത്രം ആക്റ്റീവ് മോഡുള്ള ഏത് സ്റ്റഡി മോഡാ വേറെ ഉള്ളത്? ഇസ്ലാം മോറൽ സ്റ്റഡീസിൽ പഠിക്കാത്ത ഏത് സബ്ജക്റ്റാണ് ഉള്ളത്? ആസ്ട്രോണമി, ഇനി ആസ്ട്രോളജി, ഇനി അതല്ല ബയോളജി, സുവോളജി, ബോട്ടണി, ഏതാ പഠിക്കാത്തതുള്ളത്? ബോട്ടണിയിൽ 10 വാള്യമുള്ള ഗ്രന്ഥം ഈ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ കാല മുസ്ലിം പണ്ഡിതന്മാർ, വലിയ സ്വാലിഹീങ്ങളായ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ മോറൽ എഡ്യൂക്കേഷനാണ് ശരിക്കുള്ള എഡ്യൂക്കേഷണൽ മോഡിലെ ഏറ്റവും സൂപ്പർ മോഡ് എന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ബോധ്യം ഉണ്ടാകുക ഒരു സത്യം പറയണം നമ്മളാണ്. ഈ ബോധ്യത്തോടെയാണ് നാം സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റേണ്ട വിപ്ലവത്തെക്കുറിച്ചാണ് ഇനി ഞാൻ കുറഞ്ഞ സമയം സംസാരിക്കുന്നത്. ഇവിടെയെല്ലാം നിങ്ങൾക്ക് എതിർവശത്ത് നിന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു സംവാദാത്മകമായി ഇടപെടുകയൊക്കെ ചെയ്യാം എന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ഒന്ന്, നാം മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ, താലീമിലേക്ക് വരുമ്പോൾ, താലീം എന്നതാണ് ഏറ്റവും വലിയ പ്രൊഫഷൻ. അത് സ്ഥിരപ്പെടുത്താനാണ് ഞാൻ ഈ കുറഞ്ഞ ഭാഗം സംസാരിച്ചത്. ഈ പ്രൊഫഷന് ശരിക്കും പ്രൊഫഷൻ ആകുന്നത് എപ്പോഴാണെന്നറിയോ? അത് സ്മാർട്ട്നെസ് ആകുമ്പോഴാണ്, ഹാർഡ്നെസ് ആകാതിരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഗെയിംഫിക്കേഷൻ മോഡ് എന്നാ പറയാം. ഒരു ഉസ്താദിന് മദ്രസ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ ഉസ്താദിന് അതേ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും എളുപ്പമുള്ള ഒരു വർക്കായിരിക്കണം. കുട്ടിക്കും അത് അങ്ങനെ ഫീൽ ചെയ്യുകയും വേണം.
ഉസ്താദിന് മാത്രം ഫീൽ ചെയ്താൽ പോരാ, കുട്ടിക്കും ഫീൽ ചെയ്യണം. പണ്ടൊരാൾ പറഞ്ഞിരുന്നു, അറക്കല രാജാവിനെ മോളെ കെട്ടാൻ പകുതി സമ്മതമായിട്ടുണ്ട്. അപ്പൊ ഇവനോട് ചോദിച്ചു അതെങ്ങനെയായതെന്ന്. പകുതി എന്റേതല്ല, അത് എന്റെ റെഡിയാണെന്ന് പറഞ്ഞു. അതുപോലെ പോരാ, കുട്ടിക്കും ഹാപ്പി ആകണം, ഉസ്താദിനും ഹാപ്പി ആകണം. അങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും അത് ഒറിജിനൽ മോഡാകുന്നത്. ആയിവാ ചോദിച്ച കേട്ടില്ലേ, അതിന്റെ വഴികൾ എന്താണ്? ഈ വഴികൾ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻഡ് ആവുക എന്നതാണ് ശരിക്കുള്ള വഴി. 2 മിനിറ്റ് ഞാൻ വിശദീകരിക്കും. പരിശീലിപ്പിക്കപ്പെടുക എന്നതാണ് അതിന്റെ മർമ്മപ്രധാനം. ഇപ്പൊ പലപ്പോഴും പരിശീലനം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുക, നിങ്ങൾ കേൾക്കുക, പിരിഞ്ഞു പോവുക. ചിലപ്പോൾ നോട്ട് ചെയ്യും, ചിലപ്പോൾ നോട്ട് വിതരണം ചെയ്യുകയും ചെയ്യും. പരിശീലനം എന്ന് പറയുന്ന താരീഫ് എന്താ? ഒരു ട്രെയിനർ ഒരു ട്രെയിനിയെ, ഒരു പരിശീലകൻ ഒരു പരിശീലിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നു? ഏത് വിഷയമാണോ പരിശീലിപ്പിക്കുന്നത് അത് ഹാസിലാകുന്ന, അത് അച്ചീവ്ഡ് ആകുന്ന നേട്ടം വരുന്നത് വരെ നടക്കുന്ന പ്രോസസ്സിന് പറയേണ്ട പേരാണ് ആ ഒരു താരീഫ്. അതാണ് ട്രെയിനിങ്. പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ? അതായിരിക്കണം എന്നതാണ് എൻ്റെ ഒരു പക്ഷം. നിങ്ങൾക്ക് എൻ്റെ പക്ഷത്ത് നിൽക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ പക്ഷം നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശം, സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു അധ്യാപകന് കുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ ഇത് തഖ്ദീരിയായ സുആലാണ്, തഖ്ദീരിയായ ജവാബാണ്. അപ്പൊ നമ്മൾ പറയും സ്നേഹിക്കുന്നില്ലേ? സ്നേഹിച്ചതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയെല്ലാം ചെയ്യുന്നത്. ഇനി സ്നേഹത്തെ വീണ്ടും 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 പരിശീലനത്തിന് വിധേയമാക്കണം. ഇന്നലെ ഞാൻ മഅദിനിലെ ഹിഫ്ളുൽ ഖുർആൻ അധ്യാപകരുടെ മുമ്പിൽ ഇതേപോലെ ഒരു 5-6 മണിക്കൂറോളമുള്ള ഒരു സെഷൻ എടുക്കുകയായിരുന്നു. അതിൽ എൻ്റെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് ഇവിടെ ഹാപ്പി സോണിന്റെ തിരൂര് സെന്റർ ഉണ്ട്, മലപ്പുറം കോണമ്പാറയിൽ സെന്റർ ഉണ്ട്, വണ്ടൂരിലൊക്കെ മലപ്പുറം ജില്ലയിൽ സെന്ററുകൾ നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും തിരൂരിൽ തിങ്കളാഴ്ചയും മലപ്പുറം ചൊവ്വാഴ്ചയും വണ്ടൂര് ഇൻഷാ അള്ളാ വണ്ടൂര് നിലമ്പൂർ ഭാഗത്തായിട്ട് അത് ഇപ്പം ചേഞ്ച് ആകും. ബുധനാഴ്ചയാണ് നടക്കുക. വൈകുന്നേരം ഒരു 4 മണിക്ക് 5 മണിക്ക് തുടങ്ങിയ രാത്രി ഒരു 9 മണി വരെ 4 മണിക്കൂർ. ഇതിൽ പങ്കെടുത്ത ഒരു ഉസ്താദ് ചോദിച്ചു, അതായത് ഒരു ഉസ്താദിന്റെ ചോദ്യം വന്നപ്പോഴാണ് ആ ഉപചോദ്യം വന്നത്. എന്തറിയോ? ഒരു ഉസ്താദ് ചോദിച്ചു, എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും അതിനെതിരാ ചെയ്യുക. ഉദാഹരണത്തിന് പറയാം, നീ അവിടെ പോയിട്ട് അതിങ്ങോട്ട് എടുത്താ ഞാൻ എടുക്കൂല എന്ന് പറയും. എന്നാ അത് നീ എടുക്കരുത് എന്ന് പറഞ്ഞാലോ പോയി എടുക്കുകയും ചെയ്യും. ഈ ഉസ്താദ് ചോദിച്ചാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോ ഇതിന് ആൻസർ പറഞ്ഞാൽ എനിക്കും മനസ്സിലാവില്ല, അയാൾക്കും മനസ്സിലാവില്ല. എപ്പോന്നറിയോ? 1 ടൈം സെഷൻ ആണെങ്കിൽ, ഒരു സമയത്ത് കേട്ട് പിരിയുന്നതാണെങ്കിൽ. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ലെറ്റ് 16 സെഷനാണ് അതിന്റെ ബേസിക്, അതിലൊരു 4 ഇരുന്നാൽ നിങ്ങൾക്ക് ഇത് പരിഹാരമാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഇയാൾ ചോദിച്ചു, അല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാളോട് പറഞ്ഞു, അത് വേഗം തീരുകയും ചെയ്തു, അത് എങ്ങനെയാ നടക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ഇതുപോലെ ഒരാളൊരു പ്രശ്നം പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പറഞ്ഞാൽ മതി, അടുത്ത തവണ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. കാര്യമായി ചെയ്യേണ്ട കാര്യം ഞാൻ ഇത് പറഞ്ഞു. നിങ്ങളെ കുട്ടിയെ നിങ്ങൾ ഒരു ദിവസം കാണുമ്പോൾ ഒന്ന് ഫേസ് ചെയ്യണം. ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുഖം കൊടുക്കുക, ബസ്തുൽ വജ്ഹ്, ഐ കോണ്ടാക്ട്. സ്നേഹത്തിന്റെ പേരിലാണ് ചില ഉസ്താദന്മാർക്കൊക്കെ ഇവിടെയുള്ളതല്ല, വേറെ ചില നാട്ടിലൊക്കെ ഉള്ള ചില ഉസ്താദന്മാർക്ക് പരിചയമുള്ള ഒരു പരിപാടി എന്താ പറയുക, കുട്ടിയെ നോക്കിയാൽ ആ കുട്ടിക്ക് ബേജാറാകാൻ അത് മതി. ഒരാൾ സൽക്കാരത്തിന് ക്ഷണിക്കുമ്പോൾ ഒരു അയൽവാസിനോട് പറഞ്ഞു, നീ അതിഥിയെ നോക്കണേ. അയാൾ പകുതി കഴിച്ച് എണീച്ചു പോയി. ഇതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇയാളെ നോട്ടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. അങ്ങനെയുണ്ട് നോട്ടം. അതേസമയത്ത് സ്നേഹം ബോധ്യപ്പെടുത്താനൊരു നോട്ടമുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തത് എപ്പോന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നമ്മളൊരു സെഷൻ നടക്കുമ്പോൾ നമ്മുടെ എപ്പോഴും ലെറ്റിൽ വരാറുള്ള ഒരാള്, അദ്ദേഹം എന്നോട് ചോദിച്ചു, അത് കഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ തോന്നി? അല്ല, ഇന്ന് തീരെ എന്നെ നിങ്ങൾ ഫേസ് ചെയ്തില്ല, അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നമ്മൾ സ്നേഹം പങ്കിടാൻ വേണ്ടിയുള്ള നോട്ടം. രാവിലെ എൻ്റെ മകൾ, ഏറ്റവും ചെറിയ മകള് എഴുന്നേറ്റാൽ ആദ്യം ഞാൻ വീട്ടിൽ അന്നോ തലേ ദിവസമോ ഉണ്ടെങ്കിൽ ആ ദിവസം എഴുന്നേറ്റാൽ ആദ്യം വിളിക്കുക ഉപ്പാന്നാണ്. എഴുന്നേറ്റ ആ ഷുഊറ് വരുന്നതിന്റെ ആദ്യ സെക്കൻഡിൽ വിളിക്കുക ഉപ്പാന്നാണ് വിളിക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോഴൊക്കെ ചില ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡൊക്കെ വന്നാൽ അതിൽ രാവിലെ ചില കേൾക്കുക ഉപ്പാന്നുള്ള വിളി കേൾക്കുക. അത് വരും. വന്നിട്ട് ഒന്ന് കാണണം, ഞാനൊന്ന് ഫേസ് ചെയ്യണം, എന്നാ റാഹത്തായി, എന്നെല്ലാം വേഗം നടക്കും.
ഈ ഫേസ് ചെയ്യൽ ഏറ്റവും വലിയ ഹുലുക്കാണ്. ഇത് ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാകണം. ഒരു കുട്ടി മദ്രസയിലേക്ക് വരികയാണ്, 7 മണിക്ക് ക്ലാസ് തുടങ്ങി 7:10 വരുന്നത്. അപ്പോ കണ്ണുമൊയ്ക്കല്ല ചെയ്യേണ്ടത്. ഈ കുട്ടിക്ക് ഈ മദ്രസയിലെ ഉമ്മ ഇയാളാണ്, ഈ മദ്രസയിലെ ബാപ്പ ഇയാളാണ്, ഈ മദ്രസയിലെ ജ്യേഷ്ഠൻ ഇയാളാണ്. അത് ഫീൽ ചെയ്യണം. ഇത് ഇന്നലെ ദർസിൽ മറ്റേ ഇതിൽ പറഞ്ഞപ്പോ വൈകി വരുമ്പോ ഇങ്ങനെ ചെയ്താ പിറ്റേന്നും വൈകൂലെന്ന് ചോദിച്ചു. ഡൗട്ട് ഉണ്ടാവും. സത്യം പറയാനുണ്ടല്ലോ, ഇത് മാത്രം ചെയ്താൽ തന്നെ പിറ്റേന്ന് വൈകൂല കേട്ടോ, പിറ്റത്തെ തവണ വൈകൂലേ, മറ്റൊരു വിഷയം. പക്ഷെ എൻ്റെ ഒരു ഇത് പറയുമ്പോഴൊക്കെ ചിലരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയാപ്പുറം വായിക്കരുത്. ഞാൻ വൈകാന്ന് പറയുന്നുണ്ടോ? ഇല്ല. എൻ്റെ ആശയം എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ സ്വഭാവത്തിലോ പഠനത്തിലോ സ്കില്ലിലോ ഉള്ള ഒരു തരം നെഗറ്റീവിനെയും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കുട്ടിക്ക് പഠനത്തിലോ സ്വഭാവത്തിലോ മറ്റ് സ്കില്ലുകളിലോ ഒന്നിലും ഒരു കുറവും വരാൻ പാടില്ല. അത് കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല. അതൊരു ഉസ്താദ് ചെയ്യുന്ന ക്രൂരകൃത്യമാണ്. കുട്ടികളെ ഹാപ്പി ആയാൽ മാത്രം മതി, എന്തു ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത് ക്രൂരകൃത്യമാണ്, ഒരു ഉസ്താദിൽ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? വരുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ഈ കുട്ടിയെ സ്വീകരിക്കണം. കാരണം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങളെ കുട്ടിക്കാലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ചിലപ്പോൾ ഇന്നത്തെ നിങ്ങളെ കുട്ടിക്കാലം ഇന്നും തമ്മിൽ കുറച്ച് വ്യത്യാസവും ഉണ്ടാവും. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അങ്ങനെ ആ വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചിലപ്പോൾ പല കഷ്ടപ്പെട്ടിട്ട്, ഈ നേരത്തെ വന്ന കുട്ടിയേക്കാൾ പലപ്പോഴും പലതരം പ്രയാസം നേരിട്ടിട്ടാണ് വൈകി വരുന്ന കുട്ടി വരിക. ഞാൻ ആവർത്തനം വരാതിരിക്കാൻ വേണ്ടി ഇത് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അത് പറഞ്ഞു തന്നത് വല്ലാത്ത ഉപകാരമായി. എന്താ അറിയോ? സദറുസ്താദ, അയാൾ മദ്രസയിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വൈകി വന്നപ്പോ ഒരു ഉസ്താദ് സദറുസ്താദിനോട് പറഞ്ഞു, ഈ കുട്ടി വൈകി വന്നു, ഇത് 3-ാമത്തെ ദിവസമാണ് വൈകി വരുന്നത്, എന്താ ചെയ്യേണ്ടത്? ഉസ്താദിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളിത് പരിഹരിക്കണം. അപ്പൊ സദറുസ്താദ് ഈ കുട്ടിയെ വിളിച്ചു. മോളോ മോനോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, എന്താ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പൊ ഈ കുട്ടി പറയുന്നതിൽ ഒരു ചെറിയ വ്യക്തതക്കുറവുണ്ട്. വ്യക്തതക്കുറവ് ഉണ്ടാകും, കാരണം ചോദിക്കുന്ന സദറുസ്താദും കുട്ടിയുമേൽ ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. പലപ്പോഴും തേസീമനുള്ള ബന്ധമാണ്, അഥവാ ബ്ലെയിമിങ് കണക്ഷനാണ്. ഈ കുറ്റപ്പെടുത്തുന്ന മനോഭാവമല്ലേ ഉള്ളത്. കാരണം ഇപ്പൊ കുട്ടി പ്രതിയാണ്, ഉസ്താദ് ചോദ്യം ചെയ്യേണ്ട ആളാണ്. ഈ പൊസിഷനിൽ ഒരിക്കലും ഒരാളോട് സത്യസന്ധമായി സംസാരിക്കാൻ പറ്റുമോ? പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ഉസ്താദിനോട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ രക്ഷിതാവായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ രക്ഷിതാവിനെ രക്ഷിതാവ് പറഞ്ഞു, ഉസ്താദെ എല്ലാ ദിവസവും വിളിക്കും, പക്ഷെ എഴുന്നേൽക്കണ്ടേ. ഇവിടെ ഒരു സത്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയാം? നല്ല മനസ്സുള്ള ഒരു അധ്യാപകനാണെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട എന്താ അറിയോ? എന്റെ ക്ലാസ് ആസ്വാദ്യകരമാണെങ്കിൽ ഈ കുട്ടി നേരത്തെ എഴുന്നേൽക്കും. കാരണം ഈ രക്ഷിതാവ് പറയുന്നുണ്ട്, ഉസ്താദെ വെള്ളിയാഴ്ച നേരത്തെ എഴുന്നേൽക്കും. അന്ന് തലേദിവസം വൈകി ഉറങ്ങിയപ്പോൾ അന്ന് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. ഒരു വിഹിതം നമുക്കുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് ഒരു ഫആലിയത്തുള്ള ഉസ്താദിന്റെ സ്വഭാവം. അതിന്റെ അർത്ഥം നമ്മൾ കുറ്റപ്പെടുത്തണം എന്നുള്ള അർത്ഥത്തിലല്ല, പരിഹാരം കാണാൻ എനിക്ക് സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഞാനിത് പറയുമ്പോഴൊക്കെ ചിലർക്കൊരു ബ്ലെയിമിങ് ഫീൽ ചെയ്യും. തൽക്കാലം നിങ്ങൾ ക്ഷമിച്ചാൽ മതി. ബ്ലെയിമിങ്ങിനല്ല ഞാൻ പറയുന്നത് വിജയം നമ്മുടെ കയ്യിലാണ്, വിജയിക്കാനുള്ള കഴിവും അധികാരവും സാധ്യതയും നമ്മുടെ കയ്യിലാണ് എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ നമ്മൾ ചെയ്തതെന്തോ തെറ്റാണെന്നല്ല, ചെയ്തതൊക്കെ നല്ലതാണ്. നല്ലതിന്റെ മേലെ ഇനിയും നല്ലതുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഈ പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്, കുറ്റമൊന്നുമല്ല. അതേസമയത്ത് അതിന്റെ മേലെ ഇനിയും നല്ലതുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിന്റെ രത്നചുരുക്കം. അപ്പൊ ഈ ഉസ്താദ് ഈ രക്ഷിതാവിനോട് സംസാരിച്ചു. അപ്പൊ രക്ഷിതാവും നിസ്സഹായയാണ്. ഇനി എന്ത് ചെയ്യും? ഉസ്താദ് പറഞ്ഞു, സാധാരണ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ പാരന്റിങ്ങിനൊക്കെ വിളിച്ചാല് നമ്മൾ പറയാ, ഇതാ 6 മാസം നമ്മൾ പഠിപ്പിച്ച കുട്ടി 6 മാസം കഴിഞ്ഞ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോ നമ്മൾ പറയാ, ഇവനക്ക് മാർക്ക് കുറവുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊരു ലോജിക്കാതിനുള്ളത്? എന്ത് ലോജിക്കാണുള്ളത്? ചിലയിടത്തൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു ഒരു പാരന്റിങ് കണ്ടിട്ട്. എന്താ അറിയോ? പാരന്റ്സ് മീറ്റിംഗിൽ ഒരു റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ വെച്ച് പറയാ, ആകെ ഈ കുട്ടി വരിക മാസത്തിൽ 2 ദിവസം ലീവ്. മാസത്തിൽ 2 ദിവസമാണ് ലീവ്. അതിൽ ഒരു ദിവസം വീട്ടിൽ ഉണ്ടാകുക. ഈ ഒരു ദിവസം വീട്ടിലുള്ള കുട്ടിയെ പറ്റി പറയാ, ഇവനിക്ക് ഇന്നേം വിഷയത്തിലൊക്കെ ഭയങ്കര കുറവുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ ഈ രക്ഷിതാവ് എവിടെയാ എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഒരു ലോജിക്കും ഇല്ലാത്തൊരാശയം.
സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ അധ്യാപകർ വിളിച്ചിട്ട് രക്ഷിതാക്കളോട് പറയാ ഇവനിക്ക് ഇന്ന് മാർക്ക് കുറവാണ്. ചില അധ്യാപകരൊക്കെ എന്തുകൂടി പറയാന്നറിയാം, ഇവ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ, ഈ കുട്ടീന്റെ ഫാദർ ആണെങ്കിൽ ഏതോ ജോലിയിലോ ഏതോ ഒരു സ്ഥലത്ത് ജോലി, ഇയാൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയെ ശ്രദ്ധിപ്പിച്ചു കൊടുക്കണം. ക്ലാസ്സിലുള്ളത് അധ്യാപകൻ, ഈ മാതാവ് വീട്ടിൽ ചോറ് വെക്കുന്നു അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നു, ആ ആളാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കുട്ടിയെ ശ്രദ്ധിപ്പിക്കേണ്ടത്. ഏത് റിമോട്ടാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ഇതാണ് പാരന്റിങ്. ഇവിടെ ഈ സദർ ഉസ്താദിനോട് ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പാരന്റ്സിനോട് പറയാൻ നിങ്ങൾ ഒരു പണി എടുക്കണ്ട. നിങ്ങൾ രാത്രി ചോദിക്കണം കുട്ടിയോട്, രാത്രിയോ വൈകുന്നേരം ചോദിക്കണം, മോളെ നിനക്ക് മദ്രസയിൽ പോകണോ? ആ മദ്രസയിൽ പോകണോ. നേരത്തെ എഴുന്നേൽക്കണോ? നേരത്തെ എഴുന്നേൽക്കാൻ ഉമ്മ എന്താ ചെയ്തു തരണ്ടേ? ഇത് മാത്രം ചോദിച്ചാൽ മതി. കുട്ടിയോട് എന്താ പറയേണ്ടത്? കുട്ടിയോട് പറയേണ്ടത്, മോളെ അല്ലെങ്കിൽ മോനെ, നീ എന്നൊന്ന് കണ്ടാൽ മതി, വരുമ്പോ എന്നൊന്ന് കണ്ടാൽ മതി, നല്ല ഹാപ്പി ആയിട്ടൊന്ന് സ്വീകരിച്ചു നോക്കും. സോ അത് പറയാ. അടുത്ത ദിവസമാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ കുട്ടിക്ക് ശാരീരികമായി ചില വയ്യായികകൾ ഉണ്ടായിരുന്നു. ആ വയ്യായികകളെല്ലാം പിന്നെ മാറിക്കിട്ടുകയും കൂടി ചെയ്തു ഈ ഇടപെട്ടപ്പോ. സോ അത് പറയാം, ഞാനെങ്ങാനും ആ കുട്ടിയെ അന്നെങ്ങാനും ആക്ഷേപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി അടുത്ത കാലത്ത് മദ്രസ വിട്ടുപോകും. ആ കുട്ടീന്റെ പഠനം വളരെ നേരത്തെ നിന്നു, വളരെ നേരത്തെ നിന്നു. ഇതാണ് അവിടെ നടക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്റെ വിഷയം ഞാൻ ഒന്നുകൂടി ആ പറഞ്ഞതിനെ ചുരുക്കുന്നു. ശരിക്കും ഒരു അധ്യാപകൻ കുട്ടിയെ സ്നേഹിച്ചാൽ, സ്നേഹത്തിന്റെ പേരിലുള്ള നടപടി പ്രക്രിയകൾ, ഒരു കുട്ടിയെ കാണുമ്പോൾ പുഞ്ചിരിക്കാനും മുഖം കൊടുക്കാനും, സലാം പറയുക, സലാം മടക്കുക. എങ്ങനെ മടക്കണം? ബിശർത്തി അൻ യകൂന ബിൽ ഫറഹി. ഈ സലാം എന്നത് വസീലയാകണം. എന്തിന്? അൻ യതഖല്ലബൽ ഫറഹു ബൈനൽ ഉസ്താദി വത്തിൽമീൻ. ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻ, ഈ റിലേഷൻ സ്ഥിരപ്പെടാനാണ് എന്ത് വേണ്ടത്? സലാം പറയേണ്ടത്. വെറുതെ സലാം എന്നുള്ള ദിക്ർ ചെല്ലാനാണോ സലാം പറഞ്ഞത്? ആണോ? ആണോ? അല്ല. മിഷ്കാത്തില്, അതിന്റെ മിർക്കാത്തിലെ ശുറൂഹ് നമ്മൾ മുത്താല ചെയ്യാറില്ലേ? ആ ഗുബാർ, മനസ്സിന്റെയും ഇടയിലുള്ള റിലേഷൻ കട്ടാകാൻ കാരണമാകുന്ന ഗുബാർ, അതിന്റെ ആന്റി സൈഡ്, ഈ ആന്റി സൈഡുകൾ റിമൂവ് ചെയ്യാൻ, അത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല, അഥവാ കൽബും തമ്മിൽ അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം. അപ്പൊ അങ്ങനെ പറയണം. നമ്മളൊരു കമ്മിറ്റിക്കാരൻ വന്ന് നോക്കുമ്പോ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, അതിനൊക്കെ ക്ലിയർ. കുട്ടി വന്ന് പറഞ്ഞാൽ ഇസ്ലാം. അങ്ങനെ ആകരുത്. ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യണം? മടക്കുന്ന സലാം കേട്ടാൽ കുട്ടിക്ക് ഫീൽ ചെയ്യണം, ഉസ്താദിന് എന്നെ കാണുമ്പോൾ റാഹത്താണ്. ഒരു കുട്ടി വരുമ്പോ മോളെ റാഹത്തല്ലേ എന്ന് ചോദിക്കാൻ, ഞാൻ ഒരു ദിവസം ഇവിടെ അടുത്തൊരു റേഞ്ചിൽ ഇത് അവതരിപ്പിച്ച ഒരു ഉസ്താദിന് ചൂടായി. ഉസ്താദ് ചോദിച്ചു, അല്ലെങ്കിൽ തന്നെ നേരത്തെ 2 മണിക്കൂറുള്ള ഇപ്പൊ 40 മിനിറ്റ് ആയിട്ടുണ്ട്, അപ്പൊ ഈ 5 ഇതും കൂടെ പറഞ്ഞാൽ എവിടെയാ സമയം ഉണ്ടാകാൻ? ഞാൻ ഈ ഉസ്താദിനോട് പറഞ്ഞു, ഈ 5 കാര്യവും ചെയ്യാൻ മുഖത്ത് നോക്കാൻ എത്ര സെക്കൻഡ് വേണം? മിനിറ്റ് അല്ലേ? എത്ര സെക്കൻഡ്? ഒരു മുഖത്ത് നോക്കാൻ 1 സെക്കൻഡ് 2 സെക്കൻഡ് മതി. സലാം പറയാൻ വേറെ 2 സെക്കൻഡ് അല്ല, അതേ സെക്കൻഡ് തന്നെ മതി സലാം മുടക്കാൻ. അതിനുശേഷമുള്ള 1 സെക്കൻഡോ 2 സെക്കൻഡോ മതി മോളെ എന്ത് വിശേഷ റാഹത്തല്ലേ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ നല്ല മോൾ അത്രേ വേണ്ടൂ. ഇനി നല്ല മോൻ എന്ന് പറയാൻ, അവിടെ അവരെ മുസാഫഹത്ത് പോസിബിൾ ആയ സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് മുസാഫഹത്ത് നമ്മൾ ഇസ്ലാമികമായി മംദൂഹാണ് എന്ന പോസ്റ്റിലാണെങ്കിൽ മുസാഫഹത്ത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഇഷാറത്ത് മതി, ഒരു ലൈക്ക് ഇഷാറത്ത് മതി. 5 കാര്യമായി, 5 സെക്കൻഡ് ആയിട്ടില്ല. ചെലവുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ അയാളെ താലീം 20 നിന്ന് 80 ഉയരും. 20 to 80% അത് മാറും. ഇതാണ് വലിയ ടെക്നിക്ക്. അതോ മനസ്സ് ക്ലിയർ ആകുന്നു, ഉസ്താദിന്റെ ഹുലുക്ക് നന്നാകുന്നു, ഉസ്താദിന്റെ സ്നേഹം നന്നാകുന്നു. സ്നേഹം നല്ലോണം ഉണ്ട് ഉള്ളില്. പക്ഷെ ഈ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബിരിയാണി പോലെ. ഇവിടെ നമ്മളുള്ള ഈ 100 ഉസ്താദുമാർക്കും 100 ബിരിയാണി ഇവിടെ കൊണ്ടാച്ചു, അതിങ്ങനെ പൂട്ടി അങ്ങനെ തന്നെ വെച്ചാൽ ഉച്ചക്ക് കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നാൽ ഈ അടുത്തൊന്നും ആർക്കും ഇരിക്കാൻ പറ്റൂല. ഭയങ്കര ദുർഗന്ധമായി മാറും സമയം കഴിഞ്ഞാൽ. ഇതുപോലെയാണ് സ്നേഹം. സ്നേഹമായാൽ ആ സ്നേഹം സ്നേഹിക്കുന്ന ആളിൽ നിന്ന് സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് യുസ്റൻ അത് കിട്ടണം, ഫീൽ ചെയ്യണം. അതിനാണ് സ്നേഹം എന്ന് പറയുന്നത്.
ആ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് കിട്ടാത്ത സ്നേഹവും അതുപോലെ സൂക്ഷിച്ചു വെച്ച ബിരിയാണിയും ഒരുപോലെയാണ്. ഭയങ്കര ദുർഗന്ധമായിരിക്കും, അടുക്കാൻ പറ്റൂല. ഇതാണ് ഒരു ഉസ്താദിൽ നിന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യേണ്ടത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പുസ്തകത്തിന്റെ ക്ലാസ് തുടങ്ങിയാൽ ഇത് അവസാനിക്കരുത് എനിക്ക് താല്പര്യമുണ്ട്. അത് വിദ്യാർത്ഥികളുടെ അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ വന്ന് കിട്ടാൻ എത്ര വലിയ ആനന്ദകരമായ ക്ലാസ് കിട്ടുന്ന വ്യക്തിയാണെങ്കിലും എത്തിക്കിട്ടാൻ പ്രയാസമായിട്ട് പ്രായോഗികമാണ്. ഷുവർ. ഇതിന് എന്റെ മറുപടി എന്താ പറയുക, ചോദിച്ച ചോദ്യം ഒന്നും കൂടി ക്ലിയർ ആക്കണം. സാറേ സംഗതി ശരിയാ, നല്ല ക്ലാസ് എടുത്താൽ കുട്ടികൾ വന്നിങ്ങ് തുടങ്ങിയ പിന്നെ ഇപ്പോഴും റെഡിയാ. പക്ഷെ ഈ വന്ന് കിട്ടാൻ ശരിയാവോ, ഈ പറയുന്നതൊക്കെ പ്രാക്ടിക്കബിൾ ആണോ? ഇതിന് എനിക്ക് ആൻസർ പറയണമെങ്കിൽ പ്രാക്ടിക്കൽ കാണിക്കണ്ടേ. ഇവിടെയാണ് ഞാൻ ട്രെയിനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. നിങ്ങളൊരു മിനിമം ഒരു 4 മാസം, വർഷങ്ങളായി പഠിപ്പിക്കണ്ടല്ലേ, ഒരു 4 മാസം, ഒരാഴ്ചയിൽ ഒറ്റ ദിവസം ഒരു 4 മണിക്കൂർ അങ്ങനെ നിങ്ങൾ സമയം ചെലവഴിക്കോ, ഇൻഷാ അല്ലാഹ് ഗ്യാരണ്ടിയോടുകൂടെ ഞാൻ കാണിച്ചു തരും. ഈ ചോദ്യകർത്താവായ ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളെ സ്നേഹത്തോടു കൂടിയിട്ട് പറഞ്ഞല്ലാതെ വിമർശിക്കാൻ വേണ്ടിയൊന്നുമല്ല. ചോദ്യം എങ്ങനെയായാലും ക്രോസ് ചെയ്ത് ചോദിക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴാണ് ഫഅലിയത്ത് ഉണ്ടാകുക. അതാണല്ലോ വൈജ്ഞാനികം. അപ്പോൾ ഞാൻ പറയുന്നു, കാണിച്ചു തരാൻ കഴിയും. ഇതെന്റെ ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല, മുത്തവാത്തിറായ അനുഭവമാണ്. മുത്തവാത്തിറായ അനുഭവമാണ്. പക്ഷെ എന്തു വേണം, ഒറ്റയടിക്കല്ല. ഈ സംഗതിയിൽ എന്താ, ഒരു കുട്ടി ഒരു ദിവസം വൈകിയാൽ വൈകിയ സമയത്ത് നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ മറ്റൊരു സമയത്ത് കുട്ടിയോട് മോനെ ഇന്ന് നീ വന്നത് ഇത്ര മണിക്കല്ലേ, നീ ഇന്ന സമയത്ത് വരാൻ എന്താ വേണ്ടത്? ഒരു ഉസ്താദ് ഇതിന്റെ എവിടത്തേക്ക് വരണം, റിയൽ സൊല്യൂഷനിലേക്ക് വരണം. പ്രോബ്ലം സൊല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട ഉസൂൽ ഖവായിദാണ് നിങ്ങൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടത്തണം. അതിന്റെ ഇജ്റാഅത്ത് നടത്തേണ്ടത് അതിന്റെ സമറത്തിലേക്ക് നോക്കിയിട്ടാണ് ഇജ്റാഅത്ത് നടത്തേണ്ടത്. എന്തിലേക്ക് നോക്കിയിട്ടല്ല, അതിന്റെ പ്രശ്നത്തിലേക്ക് നോക്കിയിട്ടല്ല, അതിന്റെ മശക്കത്തിലേക്ക് നോക്കിയിട്ടല്ല കാണേണ്ടത്. ഉദാഹരണത്തിന് ഒരു മധ്യസ്ഥം നടക്കുകയാണ്. മധ്യസ്ഥം നടക്കുമ്പോൾ ഈ മധ്യസ്ഥം പറയുന്നത് കുറച്ച് തെറ്റ് ഇയാളെ എടുത്തുണ്ട്, കുറച്ച് തെറ്റ് ഇയാളെ എടുത്തുണ്ട്, എന്നിട്ട് അയാൾ ജോയിന്റ് ആക്കിയാൽ ഇത് 3 മാസം കഴിയുമ്പോൾ വീണ്ടും പൊട്ടും. അയാൾക്ക് എപ്പോഴും മധ്യസ്ഥത്തിനുള്ള നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ മധ്യസ്ഥത്തിന് നല്ലൊരു മോഡുണ്ട്. അതെന്താ അറിയാം, ഇയാളെയും കേട്ടു, എന്താ പറയുന്നത് എല്ലാം കേട്ടു, മറ്റേയാളെ നല്ലോണം കേട്ടു, എല്ലാം നല്ല ശ്രദ്ധിച്ചാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കേട്ടു, രണ്ടാളെയും പൂർണ്ണമായി കേട്ടു. പൂർണ്ണമായി കേട്ടതിന് ശേഷം ഞാൻ ഇപ്പൊ രണ്ടാളെയും കേട്ടു, ഇനി ഞാനൊരു സൊല്യൂഷൻ പറയട്ടെ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെയും ചെയ്താൽ നമ്മൾ നോക്കുകയല്ലേ, ഞാനും ഉണ്ട് കൂടെ, ഖലാസ്. അവിടെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന വേറെ ഒരു ഇജ്റാഅത്തിന്റെ ചിലപ്പോ അത് കുറച്ച് ആവശ്യം ഉണ്ടാകാം, അഥവാ ഒരു തർക്കപരിഹാരത്തിലുള്ള ചെറിയ ചെറിയ സിയാദത്തുകൾ ആവശ്യം ഉണ്ടാകാം. അത് പെട്ടെന്ന് സക്സസ് ആവും. ഇതുപോലെയാണ് ഇവിടെയും. ഒരു കുട്ടി നേരം വൈകി വരുമ്പോ അപ്പൊ തന്നെ ഇതെവിടുന്ന ഇതൊക്കെ ഇങ്ങനെ വന്നത്, ഇങ്ങനെയാ ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും പരിഹാരമല്ല. മറിച്ച് റബ്ബേ ഈ കുട്ടിക്ക് എന്തായിരിക്കും ഒരു വിഷമം ഉണ്ടാകുക, കുട്ടി രാവിലെ എഴുന്നേറ്റ് വരികയല്ലേ, എവിടെയൊക്കെ ഉണ്ടായ, എനിക്ക് എന്ത് ഈ കുട്ടിയെ സഹായിക്കാൻ പറ്റും? ഒരു ഉസ്താദ് എന്ന് പറയുന്നത് പ്രശ്നപരിഹാരത്തിന്റെ മക്കാമിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രശ്നം എടുത്ത് നിങ്ങളെ പോക്കറ്റിലേക്ക് ഇടരുത്. അപ്പൊ അത് ഭയങ്കര പ്രയാസ, നിങ്ങൾക്കും പ്രയാസ, അയാൾക്കും പ്രയാസം. പ്രശ്നം ആരുടേതാണോ അവരെ പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ അയാളെ സൈഡിൽ നിന്നു കൊടുത്താൽ മതി. ഞാനുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോ, ഞാനുണ്ട് കൂടെ. ഇതാണ് ശരിക്കുള്ള പ്രൊഫഷണൽ അപ്രോച്ച്. അപ്പൊ എന്ത് ചെയ്യണം, കുട്ടിയോട് പറയുന്നത് ഇപ്പൊ നേരത്തെ വൈകി വരുന്നുണ്ടല്ലേ, എന്താണ് മോളെ പ്രശ്നം, എന്താണ് മോന്റെ പ്രശ്നം, ഉസ്താദ് ഉണ്ട് കൂടെ, ബേജാറാവൊന്നും വേണ്ട. ഈ അപ്രോച്ച്, ഈ സമീപന രീതി, ഇതെനിക്ക് ഈ സദസ്സിൽ ഇത്രേ പറയാൻ പറ്റുക. മറ്റതങ്ങനെയല്ല. ഉസ്താദ് ഏത് കുട്ടീന്റെ ക്ലാസ് ആണോ, നമ്മൾ അവിടെ സാങ്കല്പികമായ ചോദ്യമില്ല. നേരം വൈകി വരുന്ന കുട്ടിക്ക് പിന്നെ നേരത്തെ വരാൻ എന്ത് ചെയ്യണം, അതിന് ChatGPT-നോട് ചോദിച്ചു. അതിനിങ്ങനെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനെന്ത് ഉഷാറായിട്ടുള്ള ഉത്തരം കിട്ടും, അടിപൊളി ഉത്തരം കിട്ടും. അതേസമയത്ത് ഞാൻ അതിനെന്താ ചെയ്യാ, അതിന്റെ ക്ലാസ് ആണോ, എത്രാം ക്ലാസ്സാ, ഇന്ന ക്ലാസ്, ഏതാ കുട്ടീനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ഇന്നത് ചെയ്യും, എന്നിട്ട് അടുത്ത ആഴ്ച നോക്കുക. ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ, ഞാൻ ഒരാഴ്ചന്റെ മേലെയൊന്നും പോയത് ഇത്തരം സംഭവങ്ങളിൽ കാണാറ് വളരെ അപൂർവം. ഇനി അതിനുണ്ട് അടുത്ത ഘട്ടം നോക്കും. ഇനി ഇന്നയിടത്ത് എവിടെയാണോ അതിന്റെ പ്രശ്നം, അത് പരിഹാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടപെടുന്നു. സൂപ്പർ, അപ്പൊ വിൽ റിസോൾവ്. ചില വിദ്യാർത്ഥികൾ ഈ +1 +2 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ ആൺകുട്ടികളാണ്. എല്ലാ പുസ്തകം പറഞ്ഞതൊക്കെ 9ാം ക്ലാസ് വരെയൊക്കെ ചിരിച്ചു വന്ന ഞാൻ ചിലപ്പോൾ മുരടൻ സ്വഭാവം ഉണ്ടാവും. പിന്നെ
മറ്റോടത്ത് കിട്ടാത്ത സാഹചര്യം ചിലപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും ചിരിച്ചു തീരുമാനിക്കും കഴിഞ്ഞാൽ വൈകുന്നേരം വൈകി നീതി കാണിക്കും കഴിയാതെ ക്ലാസ് മൊത്തം ഈ ഒരൊറ്റ കുട്ടിയെ കൊണ്ട് ആകെ കൊടുത്തം വിടാനൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം എല്ലാരും കേട്ടോ? അതായത് നിങ്ങൾ പറഞ്ഞത് 2, 3, 4 ക്ലാസ് ഒക്കെ ഓക്കെ. അതേസമയത്ത് +1, +2 ക്ലാസ്സിലൊക്കെ എത്തിയാല് ആ വരുമ്പം തന്നെ കോലവും ആ ഇതൊക്കെ കണ്ടാവും, ഒരുമാതിരി ഉണ്ടാവും. ഇവരെയൊക്കെ നിന്നാക്കാൻ നിങ്ങൾ ഈ പരിപാടിക്ക് എന്തോ കഴിയുമെന്നാണ് ചോദിച്ചത്. ഞാനൊരു അനുഭവം പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിരിക്കും. ചിലപ്പോൾ ഈ അനുഭവമൊക്കെ ചിലപ്പോൾ ആവർത്തനം ഉണ്ടാവും കേട്ടോ. അനുഭവം 100 കണക്കിനുണ്ട്. പക്ഷെ എന്റെ ക്ലിക്കായി വന്ന ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഒരു ദിവസം ഒരു ചെറിയൊരു ഉസ്താദ്, സഖാഫിയാണ്, കാണാൻ ചെറിയ മനുഷ്യനാണ്. അപ്പൊ ഈ ഉസ്താദ് ലെറ്റിൽ വരുമ്പോ മലപ്പുറം സെൻട്രൽ ഇതിലാണ്, ബാച്ചിലാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് 8ാം ക്ലാസ്സിന്റെ ചുമതലയായിരുന്നു. അപ്പൊ ഈ ചുമതല തരുമ്പോ സദർ ഉസ്താദ് എന്നോട് പറഞ്ഞു കണ്ടീഷൻസ്: 1, കുട്ടികളൊക്കെ കറക്റ്റ് സമയത്തിന് എത്തണം. 2, നല്ല അച്ചടക്കത്തിൽ ഇരുത്തി കൊണ്ടു കിടക്കണം. 3-ാമത്തത് എല്ലാ ക്ലാസ്സും മര്യാദയ്ക്ക് നടത്തണം. പിന്നെ അയാൾ ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയം പറഞ്ഞു. എന്താ പറയാ, സംഗതി വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങൾക്ക് ഇത് നടത്താൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇയാൾ പറഞ്ഞു, വേറെ എവിടെയും കിട്ടുമെങ്കിൽ ജോലി കിട്ടുമെങ്കിൽ പോയിരുന്നു, ഇതിട്ട് കിട്ടുന്നുമില്ല വേറെ എവിടെ. ഇതെന്തേലും ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കിയാൽ മതി. ഇപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദ് 3ാം ക്ലാസ് അല്ല 8ാം ക്ലാസ്സാണ്. കാരണം 10ാം ക്ലാസ്സുകാരെക്കാളും വലുപ്പവും കനമുള്ള കുട്ടികളാണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങളത് ചെയ്തിട്ട് വരി. തൊട്ടടുത്ത ആഴ്ച ഈ ഉസ്താദ് ഭയങ്കര ഹാപ്പി. അപ്പൊ ഈ ഉസ്താദിന്റെ ഊഴെത്തിയപ്പോ ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഒരു സംഭവം ഉണ്ടായി. എന്താ അറിയോ, സദർ ഉസ്താദ് എന്റെ റൂമിൽ, എന്റെ ക്ലാസ്സിൽ വന്ന് നോക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബഹളമൊന്നും കേൾക്കുന്നില്ല, കുട്ടികളൊന്നും വന്നിട്ടില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് കരുതിയിട്ടാണ് നോക്കുന്നത്. നോക്കുമ്പോ ഞാനും കുട്ടികളൊക്കെ റെഡിയില്ല, കുട്ടികൾ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല ഒതുക്കുണ്ട്, സംഭവം ബഹുലമായി. ഈ ഉസ്താദ് എന്റെ കയ്യിൽ നോക്കി വടിയുണ്ടോന്ന്. കാരണം സദർ ഉസ്താദിന്റെ അടുത്ത് ഉഷറും വടിയുണ്ട്. അപ്പോ ഈ ഉസ്താദ് ഈ ഉശിരം വടി എന്ന് പറയുമ്പോ ഞാൻ അതിന്റെ ഒരു മറുവശം നിൽക്കുന്ന ആളാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര കൗതുകം തോന്നും. കൊല്ലം ജില്ലയിലെ ഒരു പരിപാടിയിലിരിക്കുമ്പോൾ അതിലൊരു ഉദ്ഘാടന പ്രഭാഷകൻ, നല്ല കഴിവുറ്റ പഴയകാല പ്രഭാഷകൻ, അദ്ദേഹം പറയാം, അൽഹംദുലില്ലാ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, അധ്യാപകർക്ക് വടിയാകാം എന്ന് പറയുന്ന. ഞാനിങ്ങനെ ചിരിച്ചു, പടച്ചറപ്പ, ഇത് പണ്ടന്നെ അധ്യാപകന്റെ ആയുധമല്ല വടി. അധ്യാപകന്റെ ആയുധമല്ല സത്യത്തിൽ വടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇൽമു പഠിക്കാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച സ്വഹാബികളിൽ പ്രഗത്ഭനാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും കൂടി അയക്കുമ്പോ പറഞ്ഞു, ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. ഇത് പറഞ്ഞ അധ്യാപകന്റെ കയ്യിൽ തന്നെ വടിയുണ്ട്. എവിടെയാ ആശ വെക്കുന്നത്? ഇനി ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഏതെങ്കിലും നല്ല തഖ്വയുള്ള മഹാന്മാരൊക്കെ അധ്യാപകരായി വടിയെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ഒന്നും ചെയ്യരുത്. അത് നമ്മൾ സൂക്ഷിക്കണം, അതൊരിക്കലും ചെയ്യരുത്. പഴയ കാലത്ത് ഭൗതികം പഠിപ്പിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും വടിയെടുത്ത് പഠിപ്പിച്ചവരുണ്ടെങ്കിൽ അവരെ ഒന്നും ഇൻസൾട്ട് ചെയ്യുകയോ നിസ്സാരപ്പെടുത്തിയോ ഒന്നും സംസാരിക്കരുത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്. എന്താ? ഇത്തിഫാഖാണ്. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ചോദിക്കാം. ഒരു ഉസ്താദ് എ, 2ാമത്തെ ഉസ്താദ് ബി. ഈ എ ഉസ്താദ് പഠിപ്പിക്കുന്നു വടിയെടുക്കാതെ, ബി ഉസ്താദ് പഠിപ്പിക്കുന്നു അടിച്ചിട്ട്. ഏതാ അഹ്സൻ? ഏതാണ് സൂപ്പർ? നല്ലത് ഏതാ? പറയണം. ഏതാ? അല്ല, എന്റെ ചോദ്യം ഏതാണെന്നറിയോ? ഒരു ഉസ്താദ് ഫാത്തിഹ പഠിപ്പിക്കുന്നു അടിച്ചിട്ട്, മറ്റേ ഉസ്താദ് ഫാത്തിഹ പഠിപ്പിക്കുന്നു അടിക്കാതെ. ഏതാണ് നല്ലത്? അഹ്സൻ എന്നതിന് ഞാൻ മലയാളം പറയാ. ഏതാ നല്ലത്? പറഞ്ഞിട്ട് നിങ്ങളെ വിടൂ. ഏതാ? അല്ലേ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവക്കാം. ഞാൻ ഇത്തിഫാക്കായി പാസ്സാക്കുന്നു, അടിക്കാതെ പഠിപ്പിക്കുന്നതാണ് അഹ്സൻ, ഏറ്റവും ഉചിതം. ശരിയല്ലേ? അടിക്കാതെ പഠിപ്പിക്കുന്നതാണ് എളുപ്പം. കുട്ടിക്കും എളുപ്പം അതാണ്, അടിക്കുന്ന ആൾക്കും എളുപ്പം അതാണ്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഫെയിലല്ലേ? ഹസൻ എങ്ങനെയാണ്, ഹുസൈൻ എങ്ങനെയാ പഠിപ്പിച്ചേ, ഫാത്തിമാൻ എങ്ങനെയാ പഠിപ്പിച്ചേ? റളിയല്ലാഹു അൻഹും. തല്ലണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഒരു 4 മാസം ഏറ്റവും കുഴപ്പമുള്ളൊരു ഫാമിലി എടുക്കും, എന്നിട്ട് എൻ്റെ കൂടെ ഇതെന്നെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ നോക്കുക. ഞാനിപ്പോൾ 8 കൊല്ലം പരിശോധിച്ചു, ഒന്നുപോലും ഇതിന്റെ ആക്സസ് കണ്ടിട്ടില്ല. ഞാൻ ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസ് ഞാൻ എടുത്തു. പക്ഷെ ആരാണ് ഇൻവോൾവ് ആകേണ്ടത്? പാരന്റ്സ്.
നമ്മളെവിടുന്ന വന്നത് മറ്റേ സദറുസ്താദിന്റെ അടുത്തുനിന്ന് പോകുന്നത്. ഈ സദറുസ്താദ് വന്നു നോക്കി, ഇയാളെ കയ്യിൽ വടിയുമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇതെന്താ സംഭവം? കാരണം എന്താ, ഇയാൾ ഇത്രയും സാധുവായ മനുഷ്യൻ, ശബ്ദവും കുറവാ, ഇയാൾ ഇങ്ങനെ ഉഷാറാക്കിയത് എങ്ങനെയാ? സ്റ്റാർ സിസ്റ്റം. ഇതാണ് എന്റെ ഉത്തരം. +1 കുട്ടിയാണെങ്കിലും എളുപ്പം ആർക്കാന്നറിയോ? 8, 9, 10, 11, 12 ക്ലാസ്സില്. സത്യത്തിൽ അധ്യാപകർ പലയിടത്തും കഷ്ടപ്പെടാറ് ഈ റേഞ്ചില. എന്തുകൊണ്ടാന്നറിയോ? നമ്മള് ഈ പ്രായം മാറുമ്പോ നാം ചില കാര്യങ്ങൾ മറന്നു പോകുന്നു, പ്രായത്തിന്റെ സവിശേഷതകൾ മറന്നു പോകുന്നു. നമ്മൾ ഒരാൾ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് കോംപ്ലക്സ് കയറും. നമ്മള് ഈ പ്രായം മാറുന്ന കുട്ടികളെ പരിഗണിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു. എങ്ങനെയാണ് കുട്ടികളോട് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കാറുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഅലീം പറഞ്ഞ സമയത്ത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ വാചകം എന്താ അറിയാ? അക്രിമൂ ഔലാദക്കും. അക്രിമൂ ഔലാദക്കും. കുട്ടിയെ റെസ്പെക്റ്റീവായിട്ട് ഒരു ക്ലാസ്സിൽ വിളിക്കാൻ ഇങ്ങനെ വിളിക്കരുത്. ഇങ്ങോട്ട് വാടാ, ഇതാണ് ഇങ്ങനെ. ബോഡി ലാംഗ്വേജിലോ വേർഡ്സിലോ കൗലൻ വഫൈലൻ കുട്ടികളെ റെസ്പെക്റ്റീവായിട്ട് പെരുമാറി ശീലിക്കണം. ഒരു സ്ഥാപനത്തിൽ വെച്ച് എന്നോട് ചോദിച്ചു, ഈ കുട്ടികളുടെ ഈ പബ്ലിക് ഇതിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങളെ എങ്ങനെ തിരുത്തേണ്ടതെന്നറിയോ? ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ മുതൽ വെഹിക്കിൾ സ്റ്റാഫ് വരെയുള്ള, ക്യാൻറ്റീൻ സ്റ്റാഫ് വരെയുള്ള ഏതൊരു സ്റ്റാഫും ആ സ്ഥാപനത്തിലൊരു കുട്ടിയോട് എടാ എന്നോ അല്ലെ പോടാ എന്നോ അല്ലെങ്കിൽ ഒരു ഷൗട്ട് ചെയ്യുന്നൊരു ഭാവം ഇത് പ്രയോഗിക്കൂല. റെസ്പെക്റ്റീവായിട്ട് മാത്രമേ പ്രയോഗിക്കുള്ളൂ. ഒരു ഓഫീസ് സ്റ്റാഫ് ഒരു കുട്ടി വരുമ്പോ റെസ്പെക്റ്റീവായിട്ട് ആ കുട്ടിയെ മൈൻഡ് ചെയ്യും. ഏതൊരാളും അങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അവർ പരസ്പരം, അധ്യാപകർ പരസ്പരം അതുപോലെ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ വെറുതെ നിങ്ങൾ ഒരു ഉപദേശം ഉപദേശിക്കേണ്ടി വരൂല. ആ ക്യാമ്പസിൽ വരുന്ന കുട്ടി തനിയെ, ഞാന് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ പോലെയുള്ള വലിയ മഹാന്മാർ, അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ബദറുസ്താദ് തങ്ങളനുഭവവും ഞാൻ കേട്ടു. എന്താണ്, ന്യൂയോർക്ക് പോലെയുള്ള അത്തരം സ്ഥലങ്ങളിൽ ഒരു എയർപോർട്ടിൽ പോയാൽ പോലും അവിടുത്തെ ആ സിറ്റുവേഷൻ കണ്ടാൽ നമുക്കൊന്നും ഒച്ചത്തിൽ സംസാരിക്കാൻ തോന്നൂല. എന്താ കാരണം? അവിടെ അവരെ ടീച്ച് ചെയ്യുന്നുണ്ടോ? ആരും പഠിപ്പിക്കുന്നുണ്ടോ? അവിടുത്തെ ഹാലാണ്, ലിസാനുൽ ഹാലാണ് അവളെ മാറ്റുന്നത്. ഇതാണ് വേണ്ടത്. അവിടുന്ന് ഒരു ഉസ്താദ് ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചു, ഈ പള്ളിയിൽ കുട്ടികളെ കൊണ്ടുവന്നെടുത്ത ഭയങ്കര വിഷമം, നിങ്ങളെടുത്ത് വല്ല പരിഹാരമുണ്ടോ? അപ്പൊ ഞാൻ അതിന്റെ മുമ്പത്തെ ആഴ്ച ജുമയ്ക്ക് ആ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവം എന്നറിയോ? കുട്ടികളെ ശാന്തത പഠിപ്പിക്കുകയാണെ. എങ്ങനെയെന്നറിയോ? ഒരാൾ ഗേറ്റിന്റെ അടുത്ത്, ഒരാൾ ഇപ്പുറത്തെ ഗേറ്റിന്റെ അടുത്ത്, ഒരാൾ ഹൗദിന്റെ കയറുന്നെടുത്ത്, ഒരാൾ ഹൗദിന്റെ ഈ മൂലയിൽ, മറ്റേയാൾ ആ മൂലയിൽ, ഓരോ സ്ഥലത്തു നിന്ന് ഓരോ അവിടെ പോടാ. ഉസ്താദിന്റെ സൗണ്ട് ഇതാണ് ശാന്തത പഠിപ്പിക്കുന്നത്. എങ്ങനെ തമ്മിൽ യോജിക്കുന്നത്? എങ്ങനെ? അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എപ്പോഴാ ഇവരോടൊന്ന് പറഞ്ഞത്? നിങ്ങൾ ഇവരോടൊന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇത് പറയേണ്ടത് മിനിമം 3 ലെയർ ഇൻഫർമേഷൻ കൊടുക്കണം. എങ്ങനെയാണ് ആ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? നിങ്ങൾ ക്ലാസ്സിൽ ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂ എല്ലാ അധ്യാപകരും ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഈ വിഷയത്തിന് ഉപയോഗിക്കണം. 30 മിനിറ്റ് അല്ലേ, 30 സെക്കൻഡ്. നല്ല വൃത്തിയുള്ള 3 സെന്റൻസ്. ഒന്ന്, പള്ളിയിലേക്ക് പോകുമ്പോൾ ശാന്തത, അതൊരു നിലവാരമാണ്, സ്റ്റാൻഡേർഡാണ്. 1ാം സെന്റൻസ്. 2ാം സെന്റൻസ്, പള്ളിയിലേക്ക് പോകുമ്പോഴും വുളൂ ചെയ്യുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും ഒക്കെ നല്ല ശാന്തമായാണ് നമ്മൾ ചെയ്യേണ്ടത്. 3ാമത്തെ സെന്റൻസ്, 2അല്ലേ? 3ാമത്തെ സെന്റൻസ്, ഇബാദത്ത് എന്ന് പറയുന്നത് ആസ്വദിച്ചും ശാന്തതയോടെയും നിർവഹിക്കേണ്ട ഒരു സാധനമാണ്. ഇത് പറയുമ്പോൾ നമ്മളെ മനസ്സാക്ഷി നമ്മളെ കൂടെ നിൽക്കണം. അതായത് നമുക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ശാന്തത ഫീൽ ചെയ്യണം. നിസ്കരിക്കുമ്പോൾ ഓടിപ്പോകുന്നവരാകരുത് നമ്മൾ പഠിച്ച അങ്ങനെയാണല്ലോ. അതുപോലെ നിസ്കാരത്തിൽ നല്ല സന്തോഷം നമുക്ക് കിട്ടണം. ഒരു സുജൂദ് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ, ഈ മൊത്തം എല്ലാറ്റിന്റെയും പരമാധികാരിയായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു മുനാജാത്തിന് റബ്ബെനിക്ക് ലഹള തന്നതല്ലേ, അൽഹംദുലില്ലാ. ഇത് നമുക്ക് ഫീൽ ചെയ്യണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യണം.
ഇത് കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുസ്ലിം ആരാധനകളൊക്കെ ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ സ്രഷ്ടാവിന്റെ ഒരു ഇലാഹിന്റെ ആരാധനയ്ക്ക് ഇങ്ങനെയാണ്. അതേസമയത്ത് പിശാചിനെയോ മറ്റ് പടപ്പുകളെയോ ആരാധിക്കുന്നിടത്തൊക്കെ ബഹളം വെക്കുക, പടക്കം പൊട്ടിക്കുക, ആർപ്പ് വിളിക്കുക, കൂക്ക് വിളിക്കുക, ഇതൊക്കെ ആരാധനയിൽ ഉണ്ടാകും. ശരിക്കുള്ള ആരാധന ശാന്തത, ശബ്ദ സൗന്ദര്യം, ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ആരാധനയുടെ മൂലം. ജുംഹൂർ അങ്ങനെയാണ്. നമ്മൾ നോക്ക്, പെരുന്നാൾ ആരാധനയുടെ ഏറ്റവും സൂപ്പർ ദിവസമല്ലേ പെരുന്നാൾ, വലിയ ദിവസം. അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തക്ബീർ അല്ലാഹു അക്ബർ. എന്തൊരു ശാന്തതയാണ്. ആരാധനകളെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇത് ഒരു വാചകത്തിൽ ചുരുക്കി, എന്താ നമ്മുടെ ഇബാദത്ത് ഏറ്റവും ആസ്വാദ്യകരമായ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇന്നു മുതൽ ഇങ്ങനെയാട്ടോ ചെയ്യാ. ഓക്കെ, വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കോട്ടിങ്. എന്താ ഇത് ഉണർത്താൻ ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. എന്താ അറിയോ? ഗേറ്റിന്റെ അടുത്ത് ഒരു ഉസ്താദ് ഉണ്ടാവും, ഇന്നെടുത്തൊരു ഉസ്താദ്. ഈ ഉസ്താദിനെ കാണുമ്പോൾ ഇത് ഓർമ്മിക്കണേ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? സെറ്റ്. കുട്ടികളുടെ വൈബിൽ കുട്ടികളോട് സംസാരിക്കുന്നു. ഒരാഴ്ച 30 സെക്കൻഡ്. എന്തേ അധ്വാനം ഉണ്ടോ? ഉസ്താദുമാർ ഇങ്ങനെ നിന്നാ മതി. പക്ഷെ ആ നിൽക്കുമ്പോ ഉസ്താദുമാര് ഒരു സുബ്ഹാനല്ലാഹ് ആരും കേൾക്കാതെ ചൊല്ലിക്കോട്ടെ. അന്നേരം ഉസ്താദിന്റെ മനസ്സിൽ വേറെ ഫുളൂലാത്തൊന്നും വരരുത്. ഉസ്താദ് നല്ല ശാന്തസുന്ദരനായിരിക്കണം. അത്രേ വേണ്ടൂ. ഇതാണ് ടീച്ചിങ്. അപ്പൊ ഞാൻ പറഞ്ഞത്, മറ്റേ ഉസ്താദിന്റെ ഇടയ്ക്കൽ ഈ +1 +2 ആണെങ്കിലും സൂപ്പറായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ എന്ത് വേണം? കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷ റെസ്പെക്റ്റീവ് ലാംഗ്വേജ് ആകണം. ശ്രദ്ധിച്ചു നോക്കും നിങ്ങൾ. ഇവിടെയെല്ലാം ട്രെയിനിങ് ഇമ്പോർട്ടാണ്. ഏത് ഈ വിഷയം വരുമ്പോൾ. കാരണം ഇത് ചെറിയ ചെറിയ ദഖീഖായ ചില ജംഗ്ഷനുകളിൽ റൂട്ട് മാറും. വളരെ ദഖീഖായ ചില ജംഗ്ഷനിൽ റൂട്ട് മാറും. ചിലയിടത്തൊക്കെ വലിയ മേജർ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ പ്രശ്നമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുറഞ്ഞ കാലയളവിനിടയിൽ ഒരു നല്ല പണ്ഡിതനായ ഒരു സയ്യിദ്, വലിയൊരു ബിഗസ്റ്റ് പ്രൊജക്റ്റ് ഒക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയ്യിദ്, പണ്ഡിതനാണ്, കേരളീയ പണ്ഡിതനാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്, ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു സിറ്റിംഗ് വേണം തരുമോ? ഞാൻ ചോദിച്ചു എന്താ വിഷയം? അതെന്റെ ഒരു മരുവനാണ്. മരുവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരുവനല്ല, പങ്ങളകുട്ടി. അപ്പോ പങ്ങളകുട്ടിയുടെ ഒരു വിഷയമാണ്, അതൊരു വലിയ പ്രശ്നമാണ്, നിങ്ങളൊരു സഹായം വേണം. അപ്പോ അങ്ങനത്തെ ഒരാൾ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോ സയ്യിദ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സമയം ഒഴിവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ മുത്തക്കബറായിട്ട് പറയല്ല കേട്ടോ. ഇന്നിപ്പോ ഞാൻ തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിങ്കളാഴ്ച വന്നു, ഇവിടെ തിരൂര് ഒരു സെഷൻ കഴിഞ്ഞു. അന്ന് എനിക്ക് വണ്ടൂർ പോകണമായിരുന്നു. പക്ഷെ ഈ സയ്യിദിന് വേണ്ടി ഞാൻ ഈ ആഴ്ച അതിന്റെ 3ാം സിറ്റിംഗ് കൊടുത്തു തിരൂര് സുബഹിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളത്തൂർ പരിപാടി കഴിഞ്ഞു. കുളത്തൂർ പരിപാടി കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായി തീരുന്നതിന്റെ മുമ്പ് മലപ്പുറത്ത് വന്നു. തിങ്കള് ചൊവ്വാഴ്ച മലപ്പുറത്ത് കഴിഞ്ഞ് ഒരു 10, 11, 12 മണിയാകുമ്പോൾ അവിടുന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ഇന്നലെ സുബഹിക്ക് 6 മണി മുതൽ ഏകദേശം 2 മണി വരെ, 7 മണിയായിട്ടുണ്ടാവും തുടങ്ങാൻ മതിൽ. അത് കഴിഞ്ഞിട്ട് വണ്ടൂരിൽ നിന്ന് ഇന്നലെ രാത്രി ഇവിടെ വരാനുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ വരൂല, മലപ്പുറം ഇന്ന് 10 മണി മുതൽ ഒരു വൈകുന്നേരം 5 മണി വരെ 2 സെഷനുകൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് മുദരിസുമാരുടേതാണ്. ഇങ്ങനെയാണ് ഷെഡ്യൂള് പോവുക. ഈ ഷെഡ്യൂൾ പോകുന്നതിന്റെ ഇടയിൽ ഞാൻ തങ്ങളോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം. യാത്രയിൽ കുറച്ച് നേരത്തെ ഒരു സാധനം കട്ട് ചെയ്തിട്ട് കോഴിക്കോട് തരാം, നിങ്ങൾ അവിടെ വന്നാൽ മതി. തങ്ങൾ അവിടെ വന്നു. ആദ്യ സിറ്റിംഗ് കൊടുത്തു. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറയണം. ഫസ്റ്റിൽ എന്താ അറിയോ, 9ാം ക്ലാസ്സുകാരനായ ഈ കുട്ടി വലിയ മോഷണങ്ങൾക്ക് മുതിരുന്നു. വലിയ വലിയ എമൗണ്ടുകൾ മോഷ്ടിക്കുന്നു. സ്വർണം മോഷ്ടിച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നറിയോ? സ്വർണം, ഈ മോഷ്ടിച്ച ആഭരണം നേരെ കൊണ്ടുപോയി വിറ്റാൽ ഇവർ വാങ്ങൂല. അപ്പോ അതിനു വേണ്ടി അതിനെ ഉരുക്കാനുള്ള ആയുധങ്ങളൊക്കെ വാങ്ങി എന്നിട്ടത് കട്ടിയാക്കുന്നു, സ്വർണ്ണ കട്ടിയാക്കുന്നു, എന്നിട്ട് വിൽക്കുന്നു. അങ്ങനെ ഐഫോണുകൾ 1-ലധികം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. എന്നോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ നന്നായി പൂശിയിട്ടുണ്ട്. കാരണം മാനക്കേടല്ലേ ഒരാളെ മുമ്പിൽ. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളെ വീട്ടിലൊരു കുട്ടി എങ്ങാനാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവോ? പിന്നെ ഉരുകി നമ്മൾ എന്തോ ആയിപ്പോലെ. അപ്പൊ എന്നോട് അവർ കരഞ്ഞു പറഞ്ഞു, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പൊ എനിക്കും സത്യത്തിൽ അവരെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല സങ്കടമായി. അവിടെ ഞാനെങ്ങാനും ചിന്തിക്കുകയാണ്, ഇവൻ ഇത്രയും വലിയ മോഷണക്കാരനല്ല, ഇവനൊന്ന് നന്നാക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ പെട്ടു. സത്യത്തിൽ എന്താ അറിയോ, ഈ മോൻ നല്ല മോനാണ്.
കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ, കുല്ലു മൗലൂദിൻ അൽ യൂലദു അലൽ ഫിത്ര, അൽ ഫിത്രത്തുൽ ഹസന, അൽ ഫിത്രത്തു തയ്യിബയാണത്. അതാണ് ശരി. അതിനെ ഞാൻ തെറ്റായി വ്യാഖ്യാനിക്കണോ? ഇല്ല. അപ്പൊ പിന്നെ എവിടെയോ ഉള്ള ഒരു മിസ്റ്റേക്ക്, അത് ആരുടേതാ? ഒന്നുകിൽ പാരന്റിൻ്റെതാണ്, അല്ലെങ്കിൽ അധ്യാപകരുടേതാണ്, അല്ലെങ്കിൽ അവന്റെ ചുറ്റിലോ അവൻ കണ്ടു വളർന്ന ആ കുട്ടിയുടെ ചുറ്റിലോ ആ കുട്ടി കണ്ടു വളർന്ന മുതിർന്നവരുടേതാണ്. അതിന് ഈ കുട്ടിയെ നമ്മൾ പഴിക്കണോ? വേണ്ട. ആ കുട്ടിയിൽ നന്മണ്ട്, അടിസ്ഥാനപരമായ നന്മണ്ട്. ഞാൻ ഈ കുട്ടിയോട് റാപ്പോ സെറ്റിൽഡ് ആയതിനു ശേഷം ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ഞാൻ കാണുന്നത്, ശരിയാണോ? ശരിയാണ്. നന്നാകാൻ കുട്ടിക്ക് താല്പര്യമുണ്ട്? ഉണ്ട്. ഞാൻ സഹായിച്ച എന്റെ സഹായത്തിനോട് സഹകരിക്കുക. അത് ആദ്യ കുട്ടിക്ക് ഭയങ്കര പുച്ഛമുണ്ട് എന്നോടൊക്കെ കാണുമ്പോൾ ഫസ്റ്റിൽ. പക്ഷെ ഞാൻ ഈ കുറഞ്ഞ സമയം സംസാരിച്ചപ്പോ കുട്ടി പറഞ്ഞു ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് മറ്റൊന്നു കൂടിയുണ്ട്. ഞാൻ ദീർഘകാലം ഇതിൽ പോസിറ്റീവ് സൈക്കോളജിയിലെ ഒരുപാട് കോഴ്സുകളുടെ പിൻബലത്തോടുകൂടെ NLP എന്ന് പറയുന്നതൊക്കെ അതിന്റെ ഫൗണ്ടേഴ്സിൽ നിന്ന് പഠിച്ചവരിൽ നിന്ന് അത്രയും സനദ് മുത്തസിലായി പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉസ്താദുമാരോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയല്ല, അതേസമയത്ത് പറയാൻ വേണ്ടി പറയുന്നു. ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു ദൗത്യമുണ്ട്, അത് വിടാൻ വേണ്ടി ഞാൻ പറയുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു കോടിയിലും മേലെ രൂപ ഇൻവെസ്റ്റഡ് ആണ് ഇങ്ങനൊരു സിസ്റ്റം ഡെവലപ്പ് ആകുന്നത്. അതിന്റെ കാരണം പലപ്പോഴും നമ്മുടെ മദ്രസകൾ ഉൾപ്പെടെയുള്ള നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് ഭൗതിക സ്ഥാപനങ്ങളാണെങ്കിലും ആത്മീയ സ്ഥാപനങ്ങളാണെങ്കിലും, നാം ലക്ഷ്യം വെക്കുന്നതിന്റെ നേട്ടത്തിന്റെ 10% അതിന്റെ താഴെയോ ആണ് നേടുന്നത്. ഇതാണ് സത്യം. അതിൽ നിന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് കണ്ടപ്പോ നമ്മൾ ഈ മദ്രസക്ക് സ്ഥലവും ബിൽഡിംഗും ഒക്കെ കൂടി എത്ര ചെലവായിട്ടുണ്ടാവുന്ന ആലോചിച്ചു. ഇത് ഏറ്റവും ചെറിയൊരു മദ്രസയാണ് അല്ലേ? അങ്ങനത്തത് ഓരോ ഇതിന്റെ ഇത് എത്ര കോടികൾ ഉണ്ടാകും? ഇത്രയും കോടികളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താ? ഈ പറഞ്ഞതല്ലേ? അത് നേടാൻ വേണ്ടിയുള്ള ഈ ഇൻവെസ്റ്റ് വലുതല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അൽഹംദുലില്ലാ ഞാൻ അതിനു വേണ്ടി മുതിർന്നു. ഇപ്പൊ ഒരുപാട് നല്ല മുഖ്ലിസീങ്ങളായ ഒരുപാട് ദായികൾ, നല്ല ബിരുദതര ദായികൾ ഇതിന്റെ കൂടെ അധ്വാനിക്കുന്നു. ആരും സത്യത്തിൽ ഭൗതികമായ നേട്ടം നേടിയിട്ടല്ല അധ്വാനിക്കുന്നത്. നേടാൻ കഴിയും, പക്ഷെ നേടിയിട്ടല്ല അധ്വാനിക്കുന്നത്. ഞാൻ ഇടക്ക് പറഞ്ഞത്, ഈ സയ്യിദിനെ ഞാൻ കൂടെ ഇരുത്തി സംസാരിച്ചു. കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ റെഡിയാണെന്ന് കണ്ടപ്പോ ഇനി എനിക്ക് തിരുത്താനുള്ളത് രക്ഷിതാക്കളെ മാത്ര. അടുത്ത സിറ്റിംഗ് ഞാൻ ഒരു കേരളത്തിന്റെ ഒരു അറ്റത്ത് എനിക്ക് പ്രോഗ്രാം നടന്നപ്പോ അവിടെ കൊടുത്തു. മൂന്നാമത്തെ സിറ്റിംഗ് ഞാൻ തിരൂർ കൊടുക്കുമ്പോഴേക്ക് എന്താ സ്ഥിതി എന്നറിയോ? ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ വിഷയങ്ങളിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞു. നേരത്തെ ഞാൻ മോഷ്ടാവായ സമയത്ത് ഒരു മോഷണം നടത്തിയാൽ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. ആ ദിവസങ്ങളൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷേ എന്നെ ഡീൽ ചെയ്തതിനോടുള്ള പ്രതിഷേധം സഹിക്കാനാകാതിരിക്കുമ്പോൾ ഞാൻ അടുത്ത മോഷണം കൂടി നടത്തിയതാണ്. ഈ കുട്ടി ഓപ്പൺ ആകുകയാണ്. ഞാനിപ്പോ മോഷണത്തിൽ നിന്ന് മുക്തയാണ്. ഇനി എന്നെ വീണ്ടും മോഷണക്കാരനാക്കുന്നത് ഇവരുടെ തെറ്റിദ്ധാരണയോടുകൂടെയുള്ള സമീപനമാണ് എന്നെ പ്രകോപിതമാക്കുന്നത്. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടിയുടെ നാട്ടിൽ നിന്ന് ഒരു 600 കിലോമീറ്റർ എങ്കിലും അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ടൂർ പോയപ്പോൾ വീണ്ടും അത് പ്രശ്നമായി. ഞാൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ തൽക്കാലം ഇടപെടണ്ട. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താ? ഈ കുട്ടിക്ക് ഇത്രയും വലിയ ക്യാഷ് എവിടെ നിന്ന്? അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എന്താണ് കുട്ടി പ്രശ്നം? സാറേ, അതെന്റെ ഫാദർ തന്നതാ. ഫാദർ എന്നോട് പറഞ്ഞു, നിന്റെ പൂതിയല്ലേ, നീ പോയിക്കോ, പക്ഷെ ആരോട് പറയരുത്, ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിയെ വിശ്വസിക്കണം. ഇവിടെ കുട്ടികളോട് മനസ്സ് തുറന്ന് സംവദിക്കാൻ പഠിക്കുമ്പോഴാണ് പരിഹാരം ഉണ്ടാകുന്നത്. എനിക്ക് ഈ പരിഹാരത്തിലേക്ക് പോകാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പ്രശ്നം ആരുടേതാണ്? കുട്ടിയുടേതാണ്. അത് പരിഹാരം കാണേണ്ടത് ആരാ? കുട്ടിയാണ്. ആ കുട്ടിയെ പരിഹാരം കാണാൻ സഹായിക്കാനുള്ള തികഞ്ഞ സന്നദ്ധത, കളങ്കമില്ലാത്ത സന്നദ്ധത, അത് ഞാൻ പ്രകടിപ്പിച്ചപ്പോ കുട്ടി റെഡിയാ. ഇതാണ് ഒരു ഉസ്താദ്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നിങ്ങളാണ് എല്ലാ കുട്ടിയും നന്നാകുന്നെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഒരു വെറുതെ അധ്വാനം. പകരം സബബാകാൻ ഉള്ളൊരു ശ്രമം, അപ്പോഴൊക്കെയും കൽബ് ഇലല്ലാ, ഇടപാട് പടച്ചവനോട്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഒരു കുട്ടിക്ക് വേണ്ടി നന്നായി അധ്വാനിച്ചു. ആ കുട്ടി നന്നായപ്പോ ഒന്ന് വിളിച്ചതുപോലും ഇല്ല. ഉസ്താദ് പറയാം, വല്ലാത്തൊരു കുട്ടി തന്നെ, നിങ്ങൾക്ക് ഒരു സാധനം അങ്ങേക്ക് ഉണ്ടാവില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അതേസമയം ഒരു കുട്ടി നന്ദികേട് കാണിക്കുമ്പോൾ എന്ത് വേണമെന്നറിയാം? മോനെ വാ,
സത്യത്തിൽ ഈ ഉസ്താദ് വേദനയ്ക്കുണ്ടെങ്കിൽ ആദ്യം കളയേണ്ടത് ഇവിടെയാ, ആദ്യം ശുദ്ധീകരിക്കേണ്ടത് ഇവിടെയാ. കാരണം ഇതിന്റെ സവാബ് ഇവിടുന്ന് പറ്റരുത്, ഇതിന്റെ സവാബ് മിനല്ലാഹി പറ്റണം. എന്നിട്ട് ഈ കുട്ടിയോട് പറയുന്നു, മോനെ അല്ലെ മോള് നന്നാകാൻ ഞാൻ നന്നായി പരിശ്രമിച്ചോട്ടെ. ഇങ്ങനെ ഒരാൾ പരിശ്രമിച്ചാൽ അയാളോട് ശുക്ർ കാണിക്കണം. എങ്ങനെയൊക്കെയാ ശുക്ർ കാണിക്കണം? എങ്ങനെയൊക്കെയാണ്? അതിലൊരു ഹാജത്ത് നിങ്ങൾക്കുണ്ടോ, ഒരു ഉസ്താദിനുണ്ടോ? കഴിഞ്ഞു പോയി, ഒരു സാധനം ഉണ്ടാവില്ല. അതിനൊരു ഹാജത്തും നമുക്കുണ്ടാകരുത്. അതാണ് ലാനുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഇതാണ് സൈക്കോളജിയും, ഇതാണ് സൈക്കോളജി. ഇതിന് സൈക്കോളജി പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു ഇസ്തുലാഹ് ഉണ്ട്. എന്താ? സെൽഫ് ലവിങ്. എന്താ സെൽഫ് ലവിങ്? ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിന് ഇന്നലെ വിളിക്കുന്നു, ഇന്ന് വിളിക്കുന്നത് തന്നെ നൈറ്റിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. രാത്രി വിളിച്ചതിന് രാവിലെ തന്നെ പോണോ? അതല്ല, എനിക്കൊരു തൗഫീഖാണ്. ഇത്രയും നല്ല ഉലമാഇന്റെ കൂടെ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടിയ ഒരു തൗഫീഖാണത്. ആ തൗഫീഖിന് ഞാൻ ശ്രമിക്കണം. അതിനെനിക്ക് അവസരം തന്നതിനോട് ഒരു ശുക്ർ എനിക്ക് വേണം. ഇതാണ് എന്റെ ഫിക്ർ. എന്നെ വിളിച്ചാൾക്കുള്ള ഫിക്ർ അവരെ ഫിക്റാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. അൽഹംദുലില്ലാ, അയാൾ നമ്മൾ കൂടെ വരാൻ പറ്റിയാൽ മനസ്സ് കാണിച്ചല്ലോ എന്ന് അവര് ചിന്തിക്കണം. അതേസമയത്ത് എനിക്കെങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ അധ്വാനം. എനിക്കത് തോന്നരുത്, അവർക്കത്, ആ ക്ഷണിക്കുന്ന ആൾക്ക് അത് തോന്നണം. അപ്പോഴാണ് ഈ സാധനം. ഇതിനാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ സെൽഫ് ലവിങ് എന്താണ്? ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മറ്റൊരു വാചകം പറയും ലില്ലാഹി. ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നിന്റെ അടുത്ത് നിന്നെന്തോ കിട്ടാൻ അല്ല, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് എനിക്ക് അംഗീകാരം കിട്ടാൻ. ഇതിനെ സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. നാം നമ്മെ സ്നേഹിക്കുക, ഇതിനാണ് സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ അത്യാവശ്യമാണ്. ഇതുണ്ടായാൽ ഒരു ഉസ്താദിന് വളരെ എളുപ്പമാണ് പണിയെടുക്കാൻ, വേഗം ക്ലിക്കാവും. അധ്യാപനം ടപ്പ് 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 ക്ലിക്കാവും, പെട്ടെന്ന് ഫലം കാണും, വേഗം നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. നാം നമ്മുടെ അധ്വാനം പെട്ടെന്ന് സാധൂകരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപെടാനുണ്ട് ഇടപെടട്ടെ. ആർക്കും ഇല്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില +1 കുട്ടികളൊക്കെ സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ ഒരു പുച്ഛം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. പുച്ഛമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ താല്ലുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടില്ല, സഫ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഈ മുതിർന്ന കുട്ടികളും നമ്മളിലുള്ള ഈ ട്രാൻസ്പെറൻസി പോയാൽ, സഫ പോയാൽ, ഒരു തെളിമ അത് പോയാൽ, അവിടെ കുട്ടികൾ പറയും എന്ത് സ്റ്റാർ ഉസ്താദ് ആ കുട്ടിയെ എന്ന് പറയും. നിങ്ങൾ അവരോട് എന്ത് പറയണം? മക്കളെ, ഇത് ഒരു തിയറി ലെവലിൽ എല്ലാം കൊണ്ടും സ്ഥിരപ്പെട്ട ഒന്നാണിത്. ഈ ആശയം സ്ഥിരപ്പെട്ട ഒന്നാണ്. ഈ ആശയം എന്താ? ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ബേസിക് നീഡാണ്. അടിസ്ഥാന ആവശ്യമാണ് ഒരു മനുഷ്യൻ അംഗീകരിക്കപ്പെടണം. അടിസ്ഥാന ആവശ്യമാണത്. ഇത് ആണ് ഈ ഇതിലുള്ളത്, ഈ സ്റ്റാർ സിസ്റ്റത്തിലുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികളോട് പറയണം, മക്കളെ നമുക്ക് ക്ലാസ് ഉഷാറായിട്ട് പോകണം. അതിന് ഉസ്താദ് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം സ്റ്റാറിനെ കുറിച്ച് ചോദിക്കുന്നു. ആ സമയത്ത് കുട്ടികൾ പറയുന്നു, ഉസ്താദ് സ്റ്റാർ ഒന്നും നമുക്ക് വേണ്ടെന്നാ പറയുന്നതെങ്കിൽ അപ്പൊ ഉസ്താദിന്റെ സമീപനമാണ്, മക്കളെ ഞാൻ ക്ലാസിന്റെ പുരോഗതിക്ക് വേണ്ടി ഇങ്ങനെ നടപ്പിലാക്കുന്നുണ്ട്, മക്കളൊക്കെ എന്റെ കൂടെ സഹകരിക്കണം കേട്ടോ. ലാംഗ്വേജ് എപ്പോഴും നല്ല നീറ്റായിരിക്കണം. അതെന്താ? ഞാൻ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിച്ചാൽ എന്താ? നിങ്ങളൊക്കെ കുട്ടികളല്ലേ, ഞാൻ ഉസ്താദാ. ഇത് ഹുങ്കിന്റെ ഭാഷയാണ്. ഇതിന് ഷുഡ് മോഡ് എന്ന് പറയും. വുഡ് മോഡാണ് വേണ്ടത്. നമുക്കിങ്ങനെ ചെയ്യാം, നിങ്ങളൊക്കെ എന്നോട് സഹകരിക്കണം. ഇതാണ് നല്ല ഭാഷ. വിനയമുള്ളവരുടെയും തഖ്വ ഉള്ളവരുടെയും ഭാഷ ഇതാണ്. ഈ ഭാഷ ഉസ്താദ് ഉപയോഗിക്കണം. നടപ്പിലാക്കി നോക്ക്. ആദ്യം വേണ്ടെന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടി പറയും, ഉസ്താദെ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്, എന്റെ സ്റ്റാർ ഇടണേ. അപ്പൊ പറയും. ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർ സിസ്റ്റം നടപ്പിലാകുമ്പോൾ, ഞാൻ സ്റ്റാർ സിസ്റ്റം എന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 3 തവണയിൽ ചുരുങ്ങാതെ കാണണം, അല്ലെങ്കിൽ വെറുതെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ കാണുന്ന അർത്ഥത്തിലല്ല, അതിന്റെ കറക്റ്റ് ആ മോഡിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അധ്വാനം വിഫലമാകാം. ഓക്കെ. ക്ലാസ് ആനന്ദകരമാക്കാൻ നോക്കുന്ന സമയത്ത് സിലബസ് തീരാതെ വരും. സിലബസ് തീർക്കാൻ നോക്കിയ കുട്ടികൾക്ക് സന്തോഷപ്പെടുന്നുണ്ടാവും. ശ്രദ്ധിച്ചോ? അതായത് ക്ലാസ് ആനന്ദകരമാക്കാൻ ശ്രമിച്ചാല് സിലബസ് ബാക്കിയാവും. സിലബസ് ബാക്കിയാ പിന്നെ ബാക്കി പറയേണ്ടതില്ലല്ലോ. ഇവിടെ സത്യം അങ്ങനെ അല്ല. നമ്മുടെ പരിശീലന പ്രക്രിയ, ട്രെയിനിങ് പ്രോസസ്
അത് കറക്റ്റ് മോഡാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സിലബസിന് ഇട്ടിട്ടില്ലേ, ക്ലാസ്സിലൊക്കെ കാണാതെ അവിടെയൊക്കെ അത് സിലബസ്, ഈ ഇട്ട ദൈർഘ്യത്തിന്റെ 1/3 കൊണ്ട് തീർക്കാൻ കഴിയും ഒരു സ്മാർട്ടായ അധ്യാപകന്. സത്യം അങ്ങനെയാണ്. എല്ലാ പുസ്തകങ്ങളുടെയും ആമുഖങ്ങളിൽ കൊടുത്തൊരു ഡയറക്ഷൻ ഉണ്ട്. ഞാൻ ഈ പറയുന്ന പുതിയൊരു ആശയമൊന്നുമല്ല, സ്റ്റേറ്റ് ലെവലിൽ എപ്പോഴും പറയപ്പെടാറുള്ള പുസ്തകങ്ങളുടെയൊക്കെ മിക്കവാറും ഇലൽ അസാത്തീദ് പറഞ്ഞ ആ സാധനം വായിച്ചാൽ അതിലുണ്ട് ഞാൻ ഈ പറയുന്ന സംഗതി. ഏകദേശം ഒരു പകുതിയുടെ താഴെ സമയം കൊണ്ട് പലപ്പോഴും നമുക്ക് തീർക്കാൻ കഴിയുന്നതാണ്. എന്നാൽ റിസൾട്ട് കുറയില്ല, റിസൾട്ട് കൂടുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഞാനൊരു ഞാൻ എന്ന് പറയുന്നത് മറ്റേ അർത്ഥത്തിലല്ല കേട്ടോ, ഒരു ഹിദുമത്ത്, വലിയ ആൾക്കാർക്ക് ഒരു ഹിദുമത്ത് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണല്ലോ. അപ്പൊ ആ ഹിദുമത്ത് എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്തു. മദ്രസ പ്രൊജക്ട്. ഈ മദ്രസ പ്രൊജക്റ്റിന് പരിശീലകരാകാൻ, അതിൽ പരിശീലിക്കാൻ സന്നദ്ധത ഉണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ലോക്കൽ സിറ്റുവേഷൻ, ഏറ്റവും ലോവസ്റ്റ് മോഡ്, അതായത് ഫൈനാൻഷ്യലി ഏറ്റവും ലോവസ്റ്റ് മോഡ്, സാമ്പത്തിക സ്ഥിതിയിൽ അത്യാവശ്യം മോശമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഒരു ഉസ്താദ് അത് പരിശീലിച്ച് അതൊരു പ്രൊഫഷനായി ഏറ്റെടുക്കാൻ സന്നദ്ധമാണോ? ആ ഉസ്താദിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5-6 ഒക്കെയാണ് സാലറി കിട്ടുന്നതെങ്കിൽ അതിന്റെ 3 ഇരട്ടി സാലറിയും കിട്ടും. അതേസമയം ആ കുട്ടികളുടെ എല്ലാ വിഷയവും നിങ്ങൾക്ക് നിർവഹിച്ചു തരാൻ പറ്റും. ഇതിന് നിങ്ങൾ കൂട്ടത്തിലും സന്നദ്ധരുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കാൻ സന്നദ്ധമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എവിടെ വരണം? നിങ്ങൾ ഹാപ്പി സോണിന്റെ ഏതെങ്കിലും ഒരു സെന്ററുകളിൽ പറ്റുന്നവരൊക്കെ പങ്കെടുത്തു നോക്കണം. തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ഹാപ്പി സോൺ സെന്ററിലെ ഇവിടുത്തെ തിരൂരിലെ പരിസരത്ത് പറ്റുന്നവരുണ്ടെങ്കിൽ അവരുടെ നമ്പറാണ്, നിങ്ങൾക്കത് ഇവിടെ ഗ്രൂപ്പിൽ ഞാൻ അറിഞ്ഞു തരാം. നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യാം. അഷ്റഫ് സഖാഫി വല്ലപ്പുഴ ഇവരുടെ സുഹൃത്താണ്. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യണം. എന്നിട്ട് പറ്റുന്നവർ, ഇത് ഒരു പരസ്യത്തിന് വേണ്ടിയില്ല, പരസ്യത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ ഒരു സത്യം, ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇന്ന് വരെ നമ്മളിപ്പോൾ ഒരു വർഷത്തിന്റെ മേലെ ആയിട്ടുണ്ടാവും ഇതൊക്കെ സംവിധാനം തുടങ്ങിയിട്ട്. അവിടെ അങ്ങോട്ട് ക്യാഷ് ചെലവഴിച്ചിട്ടല്ലാതെ ഒരു ഏണിങ്ങും ഞാൻ ഈ നിമിഷം വരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ അത് ആരെ തള്ളണം? ഉസ്താദുമാരെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ഭൗതികന്മാരെടുക്കണം. എന്നാൽ റിസൾട്ടും കിട്ടും. ഞാൻ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്തത് ഗവൺമെന്റ് എയ്ഡഡ് സെക്ടറുകളിലെ ഗവൺമെന്റ് എംപ്ലോയീസിനെയാണ് ആദ്യം 80% സെലക്ട് ചെയ്തത് ഈ വിഷയം പരിശീലിപ്പിക്കാൻ. ഗവൺമെന്റ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ അധ്യാപകർ പ്രയാസം. അവിടെ വിജയിപ്പിച്ച് കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ മറ്റ് സെക്ടറുകളിൽ കൂടുതൽ ഇത് വ്യാപിപ്പിച്ചത്. ദേവ കോളേജിൽ 30 വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നു. എങ്ങനെ? 4-5 ആൾ ഇന്റർവ്യൂ ചെയ്തിട്ട്, അങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ട് 30 ആളെ സെലക്ട് ചെയ്തത്. +2 കഴിയുമ്പോൾ 20 ആള്, ചിലയിടത്ത് 15 ആള്. അതും കഴിഞ്ഞ് PG ആവുമ്പോൾ 3 ആള്, 5 ആള്. ഞാൻ പറയുന്നു, ഈ സിസ്റ്റം അപ്ലൈ ചെയ്താൽ 30 ആളെ കൊണ്ട് തുടങ്ങിയത് PG കഴിയുമ്പോൾ 50 ആൾ കഴിയും. അതാണ് സത്യം, അതാണ് അതിന്റെ കറക്റ്റ് റേഷ്യോ. ഒരു കുട്ടിക്ക് ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ച പഠിച്ചിട്ട്, ഒരു മാസം പഠിച്ചിട്ട് എനിക്ക് നിർത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം പോകുന്നത് ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. ആ സ്ഥാപനം അതിന്റെ ക്വാളിറ്റിയിലല്ല പോകുന്നത്. ഒരു വർഷം പഠിച്ചിട്ടും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് ഒഴിഞ്ഞു പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനും ആ സ്ഥാപനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അത്രയും അന്തരമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റികൾ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രയാസമുള്ള ഉത്തരം ഉണ്ടാവും. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതൊരു അഹങ്കാരമല്ല, ഞാൻ പറയുന്നത് മാറ്റം അനിവാര്യമാണ് എന്നതിൻ്റെ ഒരു വിളിയാളം, അതിനുള്ളൊരു ചെറിയൊരു ശ്രമം ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. ഈ നേട്ടങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സുള്ള അധ്യാപകർ, നല്ല മനസ്സുള്ള പണ്ഡിതന്മാർ ധാരാളം നമ്മുടെ കൂടെ നിന്ന് അധ്വാനിക്കുന്നു, ശ്രമിക്കുന്നു. അള്ളാഹു ഇതെല്ലാം ഒരു റബ്ബ് പൊരുത്തപ്പെടുന്ന തഖ്വയുടെ ഭാഗമായുള്ള ഒരു അമലായി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യജമാനനായ നിനക്ക് പൊരുത്തപ്പെടാത്തത് വന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. ജീവിക്കുന്ന എല്ലാ നിമിഷങ്ങളിലും നല്ല ഈമാനോടെ, തഖ്വയോടെ, സന്തോഷത്തോടെ, ആഫിയത്തോടെ ജീവിച്ച അവസാനം
എല്ലാം തന്ന രാജാവായ നീ ഞങ്ങളെ സ്വീകരിച്ചു എന്ന ബോധ്യത്തോടെ നിന്നിലേക്ക് യാത്രയാകാൻ ഞങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ഞങ്ങളെ ഭാര്യ മക്കള്, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ സുഹാബ്, ഞങ്ങളെല്ലാവർക്കും നീ തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. ഇന്ന് ഈ സദസ്സ് ഇവിടെ നടക്കുമ്പോൾ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും നീ എല്ലാ ഖൈറാത്തും നൽകണേ റഹ്മാനെ. ഇത് സംഘടിപ്പിക്കുകയും ഇതിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച ഈ ബഹുമാനമുള്ള ഉസ്താദുമാർ, ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ഇതിന്റെയൊക്കെ അഹ്ലുകാരായ സ്വാലിഹീങ്ങളുടെ കുടുക്കിയിൽ വന്ന് നിൽക്കാൻ ഞങ്ങളെ ഈ ഖിദ്മാത്തുകൾ ഒരു സബബാക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. വീട്, വിവാഹം, പഠനം, ജോലി എല്ലാറ്റിലും ഞങ്ങൾക്ക് നീ തുണയാകണേ റഹ്മാനെ. ഒരു ശൈത്വാനിനോ ശത്രുവിനോ ഒരിടത്തും ഞങ്ങൾ ഇട്ടുകൊടുക്കരുതേ റഹ്മാനെ. എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് തുണയാകണേ അല്ലാ. ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട മാനസികാവസ്ഥയോടെ എപ്പോഴും നിലനിർത്തി തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.